Good evening, everyone. Okay, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്കായ ലേത്ത് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ തിയറി കവർ ചെയ്തു കഴിഞ്ഞു. നമുക്ക് തന്നെ അറിയാം, വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കുറെ ഇത് പഠിച്ചത് കാര്യങ്ങൾ തന്നെ പഠിച്ചത് പെട്ടെന്ന് കുറെ ഒന്ന് റിവൈസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് നോക്കി പോകാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഈ ലേത്ത് അല്ലെ മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആണ്. ചെറിയൊരു മെഷീനെ കുറിച്ച് പറഞ്ഞാൽ പോലും ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉള്ള ടോപ്പിക്കുകളാണ്. ലേത്തിനെ കുറിച്ചൊരു 200 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അങ്ങനെ വളരെ വാസ്റ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്കുകളാണിത്. നമ്മൾ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നോക്കി പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വിച്ച് മെഷീൻ ടൂൾ ഈസ് നോൺ ആസ് ദ മദർ ഓഫ് മെഷീൻ ടൂൾസ്? മെഷീൻ ടൂൾസിന്റെ എക്സാമ്പിൾ ആണ് ഈ കാണുന്ന ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ലേത്ത്, ഷേപ്പർ, ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ. ഇതെല്ലാം മെഷീൻ ടൂളിന്റെ എക്സാമ്പിൾ ആണ്. മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കട്ടിംഗ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ആ കട്ടിംഗ് ടൂൾ വർക്ക് പീസുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ചിപ്പ് ഫോമിലാണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ട് ആ വർക്ക് പീസിനെ നമുക്ക് വേണ്ട റിക്വയർഡ് ഷേപ്പിലും സൈസിലും കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ വർക്ക് പീസിനെ റിക്വയർഡ് ഷേപ്പിലും സൈസിലും കൺവേർട്ട് ചെയ്യാനായി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനെയാണ് മെഷീൻ ടൂൾ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ലേത്ത്, ഗ്രൈൻഡിംഗ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ, പ്ലേനർ മെഷീൻ. ഓക്കെ, ഇങ്ങനെയുള്ള മെഷീൻ. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്താ? ഇത് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോവുക കേട്ടോ. ഇതിന്റെ ഉത്തരം എന്താണ്? മദർ ഓഫ് മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ലേത്ത് ആണ്. ഓക്കെ, ആൻസർ ലേത്ത്. Now the second one, it is not a part of lathe. അപ്പൊ നമ്മൾ ഇനി ലേത്തിന്റെ ബേസിക് പാർട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ലേത്തിന്റെ ബേസിക് പാർട്സ് നമുക്ക് അറിയാം. ഈ ഫിഗർ നമ്മൾ കണ്ടിട്ടുണ്ട്. ലേത്ത് ആണിത്. ലേത്തിന്റെ ബേസിക് പാർട്സ് എന്ന് പറഞ്ഞാൽ ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ക്യാരിയേജ്, സാഡിൽ, ക്രോസ് ലൈറ്റ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്, ആപ്രോൺ, ഫീഡ് റോഡ്, ലീഡ് സ്ക്രൂ ആൻഡ് സ്പിൻഡിൽ. ഇത്രയാണ് ലേത്തിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ലേത്ത്. ക്യാരിയേജ് ഉണ്ട്, ആപ്രോൺ ഉണ്ട്, ബെഡ് ഉണ്ട്. ക്രോസ് റെയിൽ എന്ന് പറഞ്ഞ പാർട്ട് മെഷീൻ ടൂൾ ലേത്തിലുള്ളതല്ല, വേറെ മെഷീൻ ടൂളുകളിലുണ്ട്. ഷേപ്പറോ അല്ലെ മില്ലിംഗ് മെഷീനോ അതുപോലത്തെ മെഷീൻസ് ഒക്കെ എടുത്താൽ ഈ പറയുന്ന ക്രോസ് റെയിൽ എന്ന് പറയുന്ന കമ്പോണന്റ് വരും. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ എന്താണ്? ബി ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ ഈ പാർട്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയാണ് ബേസിക് പാർട്സ്. ബേസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ബെഡ് എന്താണേലും ഉണ്ട്. ബെഡിന്റെ ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും ഉണ്ട്. ദെൻ ബെഡിൽ കൂടെ മൂവ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് ക്യാരിയേജ്. അടുത്ത കമ്പോണൻസ് എന്താണ്? ക്യാരിയേജിലുള്ളതാണ് ഈ പറയുന്ന സാഡിൽ, ക്രോസ് ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്, ആപ്രോൺ, ദെൻ ഫീഡ് റോഡ്. ഇവിടെ കാണാം നമുക്ക് ഫീഡ് റോഡ് ഉണ്ട്. ഓക്കെ, ഫീഡ് റോഡ്, ദെൻ ലീഡ് സ്ക്രൂ. ലീഡ് സ്ക്രൂ യൂസ് ചെയ്യുന്നത് ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്താണ് ലീഡ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഓൺ ദ ഹെഡ് സ്റ്റോക്ക് വി ഹാവ് സ്പിൻഡിൽ. ഓക്കെ, ഉണ്ടോ? സ്പിൻഡിലുണ്ട്. Then, which of the following provides foundation for the whole machine? ലേത്തിന്റെ ഫൗണ്ടേഷൻ മെമ്പർ എന്ന് പറയുന്നത് എന്താണ്? ലേത്തിന്റെ പാർട്സ് ആണ് ടെയിൽ സ്റ്റോക്ക്, ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ക്യാരിയേജ്. ഇതിൽ ലേത്തിന്റെ ഫൗണ്ടേഷൻ മെമ്പർ ഏതാണ്? ബെഡ്.
lathe bed ആണ്. It forms the foundation of the machine. Okay. അപ്പോൾ lathe bed ആണ് ആൻസർ. Okay, lathe bed. So this is the ഇതാണ് lathe bed എന്ന് പറയുന്നത്. ഓക്കെ, ആ ലേത്ത് ബെഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അത് ബേസ് ഓഫ് ദ മെഷീൻ. ഈ ലേത്ത് ബെഡ് എന്ന് പറഞ്ഞാൽ അത് റിജിഡും മാസീവും ഒക്കെ ആയിരിക്കണം. അതെന്താ, കുറെ കട്ടിങ് ഫോഴ്സസ് ഒക്കെ ആക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഡിഫ്ലക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, ഈ ലേത്ത് ബെഡിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടതാണ് ഇത് ഗൈഡ് വേ. കണ്ടോ, ഒരു ഔട്ടർ ഗൈഡ് വേയും ഒരു ഇന്നർ ഗൈഡ് വേയും ഉണ്ട്. ഓക്കെ, സോ ഔട്ടർ ഗൈഡ് വേയും ഇന്നർ ഗൈഡ് വേയും ഉണ്ട്. ഈ ഗൈഡ് വേസ് രണ്ട് തരത്തിലാകാം. ഒന്നുകിൽ ഫ്ലാറ്റ് ആകാം, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി ഷേപ്പ് ആകാം. ഫ്ലാറ്റ് ആകാം, ഇൻവേർട്ടഡ് വി ഷേപ്പ് ആകാം. അപ്പൊ ഈ ഗൈഡ് വേയിൽ കൂടെയാണ് നമ്മുടെ ഈ കമ്പോണൻസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ലേത്ത് ബെഡിലുള്ള കമ്പോണൻസ് എന്താണ്? ലേത്ത് ബെഡിൽ റെസ്റ്റ് ചെയ്യുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ക്യാരേജ്. ഈ പറയുന്ന കമ്പോണൻസ് എല്ലാം ലേത്ത് ബെഡിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലേത്ത് ബെഡിന് രണ്ട് ഗൈഡ് വേ ഉണ്ട്. ഓക്കെ, ലേത്ത് ബെഡിന് രണ്ട് ഗൈഡ് വേ ഉണ്ട്. ഓക്കെ, അതിൽ ഒന്ന് ഔട്ടർ ഗൈഡ് വേയും, എന്താ ഇത് ഔട്ടർ ഗൈഡ് വേയും ഇത് ഇന്നർ ഗൈഡ് വേ ആണ്. ഈ ഗൈഡ് വേ തന്നെ രണ്ട് തരത്തിലാകാം. ഒന്നുകിൽ ഫ്ലാറ്റ് ആകാം, ഇൻവേർട്ടഡ് വി ഷേപ്പ് ആകാം. അപ്പൊ ഇവിടെ ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഗൈഡ് വേസിൽ കൂടെ മൂവ് ചെയ്യുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? ഈ ലെഫ്റ്റ് എൻഡിലുള്ള ടെയിൽ സ്റ്റോക്ക് ഉണ്ടോ, ഈ ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ക്യാരിയേജും മൂവ് ചെയ്യാം. ഓക്കെ, ടെയിൽ സ്റ്റോക്ക് ഏത് ഗൈഡ് വേയിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഏത് ഗൈഡ് വേയിൽ കൂടെയാണ്? ഉണ്ടോ, ഈ ഫിഗറിൽ ക്ലിയർ ആയിട്ട് കാണാം. ഇന്നർ ഗൈഡ് വേയിൽ കൂടെയാണ് ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ കണ്ട് ക്ലിയർ ആയിട്ട് കാണാം. ഇന്നർ ഗൈഡ് വേയിൽ കൂടെയാണ് ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് മെമ്പർ ആണ്, അത് മൂവ് ചെയ്യത്തില്ല. ദെൻ ക്യാരിയേജ് മൂവ് ചെയ്യുന്നത് ഔട്ടർ ഗൈഡ് വേയിൽ കൂടെയാണ്. ഓക്കെ, ഇനിയും ലേത്ത് ബെഡ് നമ്മളൊരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് നടത്തും ഈ ലേത്ത് ബെഡിൽ. ആ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിന്റെ പേരാണ് ഫ്ലെയിം ഹാർഡനിങ്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഫ്ലെയിം ഹാർഡനിങ് എന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് നടത്തുന്നത് ടു ഇംപ്രൂവ് ദ റെസിസ്റ്റൻസ് ടു സർഫസ് ഇൻഡന്റേഷൻ, ഫാറ്റിക് ആൻഡ് വിയർ. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലെയിം ഹാർഡനിങ് എന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ലേത്ത് ബെഡിൽ നടത്തുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിന്റെ പേരാണ് ഫ്ലെയിം ഹാർഡനിങ്. ഇതരെയാണ് ബേസിക് ആയിട്ട് ലേത്ത് ബെഡിനെ കുറിച്ച് പറയുന്നത്. ദെൻ ഈ ലേത്ത് ബെഡ് എന്തുകൊണ്ടാണ് യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ്? എന്തുകൊണ്ടാണ് ലേത്ത് ബെഡ് ഉണ്ടാക്കുന്നത്? ഏത് മെറ്റീരിയൽ ആണ്? എളുപ്പം പറ. അതെ, കാസ്റ്റ് അയൺ കൊണ്ടാണ് ലേത്ത് ബെഡ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഹൈ ഗ്രേഡ് കാസ്റ്റ് അയൺ. ഈ കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പം കാസ്റ്റ് അയണിന്റെ ഒരു പ്രത്യേകത, അത് അതിന്റെ ആ ഷേപ്പ് റീറ്റെയിൻ ചെയ്യും. ഓക്കെ, കോൺട്രാക്ഷനും എക്സ്പാൻഷനും നടക്കുമ്പോൾ അതിന്റെ ഷേപ്പ് അത് റീറ്റെയിൻ ചെയ്യും. അതേപോലെ അതിന് ഡാമ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അപ്പം ലേത്ത് ബെഡ് മാനുഫാക്ചർ ചെയ്യുന്നത് യൂഷ്വലി കാസ്റ്റ് അയൺ കൊണ്ടാണ്. നെക്സ്റ്റ് വൺ, ഇൻ ലേത്ത് ദ ക്യാരിയേജ് ആൻഡ് ടെയിൽ സ്റ്റോക്ക് ആർ ഗൈഡഡ് ഓൺ. ആൻസർ പറ. ക്യാരിയേജും ടെയിൽ സ്റ്റോക്കും മൂവ് ചെയ്യുന്നത് ഡിഫറെന്റ് ഗൈഡ് വേസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ക്യാരിയേജ് മൂവ് ചെയ്യുന്നത് ഔട്ടർ ഗൈഡ് വേസിൽ കൂടെയും
ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് ഇന്നർ ഗൈഡ് വേസിൽ കൂടെയാണ്. അപ്പം കാരിയേജ് ആൻഡ് ടെയിൽ സ്റ്റോക്ക് മൂവ്സ് ത്രൂ ഡിഫറെന്റ് ഗൈഡ് വേസ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഓക്കെ. Then next, lathe spindle. Lathe spindle has got internal threads, external threads, taper threads and no threads. Lathe spindle എവിടാണ് വരുന്നത്? എവിടാ lathe spindle വരുന്നത്? എക്സ്റ്റേണൽ ത്രെഡ്സ്. അതിനെ കുറിച്ച് നമുക്ക് പറയാം. എക്സ്റ്റേണൽ ത്രെഡ്സ് ആണ് ലേറ്റ് സ്പിൻഡിലിനുള്ളത്. കാരണം എന്താണ്? സ്പിൻഡിൽ, ഇതാണ് സ്പിൻഡിലിന്റെ നോസ്. ഇത് നമ്മുടെ ഹെഡ് സ്റ്റോക്കിലെ സ്പിൻഡിലാണ്. ഈ സ്പിൻഡിലാണ് നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിനെ ഹോൾഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഈ ഫിഗർ നോക്കിക്കേ, ഇത് ആ സ്പിൻഡിലിന്റെ നോസ് ആണ്, എൻഡ് ആണ്. ആ ത്രെഡ് നോക്കിക്കേ, എക്സ്റ്റേണൽ ത്രെഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്റ്റേണൽ ത്രെഡ്സിലേക്കാണ് നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയ ചക്കോ ഫേസ് പ്ലേറ്റോ ഒക്കെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സ്പിൻഡിലിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഹോളോ. ഈ ഫിഗർ കണ്ടോ, സെക്ഷണൽ വ്യൂ, ഹോളോയാണ്. ഈ എൻഡ് കണ്ടോ, എക്സ്റ്റേണൽ ത്രെഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. എക്സ്റ്റേണൽ ത്രെഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. ഈ സെക്ഷണൽ വ്യൂ നോക്കിയാൽ എക്സ്റ്റേണൽ ത്രെഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ദെൻ ഇനി അടുത്ത എന്താണ്? ഹോളോ സ്പിൻഡിലാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്ത് ടേപ്പർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു ടേപ്പേർഡ് സർഫസ് ആണ്. അപ്പൊ എന്ത് ടേപ്പർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കുറെ ടൈപ്പ് ടേപ്പർ ഉണ്ട്. മോസ് ടേപ്പർ ആണ് നമ്മൾ സ്പിൻഡിലിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? നമ്മുടെ ഈ സെന്റേഴ്സോ അല്ലെങ്കിൽ കട്ടിംഗ് ടൂൾസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രിൽ പ്രസ്സസ്, ഇതൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഫിഗറിൽ തന്നെ കണ്ടാൽ നമുക്കറിയാം എന്താണ്. ഫിഗറിൽ തന്നെ കണ്ടാൽ അറിയാം, എക്സ്റ്റേണൽ ത്രെഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ദെൻ അതിനൊരു ടേപ്പർ ഉണ്ട്. ആ ടേപ്പർ മോസ് ടേപ്പർ ആണ്. അവിടെ നമുക്ക് ഈ സെന്റേഴ്സോ അല്ലെങ്കിൽ ഡ്രിൽ പ്രസ്സസോ ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് മെഷീൻ ടൂൾ ഗൈഡ് വേസ് ആർ യൂഷ്വലി ഹാർഡൻഡ് ബൈ. ഇതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലെയിം ഹാർഡനിങ് ആണ്. ദെൻ lathe centers are provided with the following standard taper. ഇപ്പോൾ ആ ഫിഗറിൽ ഞാൻ കാണിച്ചു, എക്സ്റ്റേണൽ ത്രെഡ്സ് ഉണ്ട്, അതേപോലെ അതിന്റെ അകം എന്ന് പറഞ്ഞാൽ ഒരു ടേപ്പേർഡ് സർഫസ് ആണ്. അത് മോഴ്സ് ടേപ്പർ ആണ്. ഓപ്ഷൻ എ മോഴ്സ് ടേപ്പർ ആണ് ഇവിടെ ഉള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ലേത്ത് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ്. ലേത്തിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ലേത്തിനെ? ലേത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. കാരണം എല്ലാ ലേത്തിന്റെയും പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ്. ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതും സെയിം തന്നെയാണ്. വൈഡ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ക്യാൻ ബി പെർഫോംഡ്. അപ്പം ക്ലാസിഫൈ ചെയ്യുന്ന എന്തിന്റെ ബേസിസിലായിരിക്കും? ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ലേത്ത് ക്യാൻ ബി ക്ലാസിഫൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫിറ്റഡ് ഓൺ ദ ബെഡ്? ആൻസർ പറ. ഇങ്ങനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചു നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫിറ്റഡ് ഓൺ ദ ബെഡ്? ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്, നൺ ഓഫ് ദ മെൻഷൻഡ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ്. ഫിറ്റഡ് ഓൺ ദ ബെഡ് എന്ന, ഫിക്സഡ് ഓൺ ദ ബെഡ് എന്നല്ല. ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും ക്യാരിയേജും എല്ലാം മൗണ്ട് ചെയ്യുന്നത് ബെഡിലാണ്. അല്ലെ ഈ ഫിക്സഡ് മെമ്പർ ഓൺ ദ ബെഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഹെഡ് സ്റ്റോക്ക് എഴുതാം. Then അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not true regarding tail stock? A tail stock is also known as
loose headstock. It is a fixed unit on the bed base. It provides support to the other end of the work when it is being machined. ഏതാ? ടെയിൽ സ്റ്റോക്കിന്റെ വേറൊരു പേരാണ് ലൂസ് ഹെഡ് സ്റ്റോക്ക് എന്നുള്ളത്. ടെയിൽ സ്റ്റോക്ക് ഈസ് ഓൾസോ നോൺ ആസ് ലൂസ് ഹെഡ്സ്. ഓപ്ഷൻ ബി ആണ്. ബി അത് കണ്ടറിയാമല്ലോ. ഫിക്സഡ് യൂണിറ്റ് ആണോ? ഹെഡ് സ്റ്റോക്ക് ആണ് ഫിക്സഡ് യൂണിറ്റ്. ടെയിൽ സ്റ്റോക്ക് നമുക്ക് ലേത്തിന്റെ ബെഡിൽ കൂടെ, ആ ബെഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗൈഡ് വേയിൽ കൂടെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിഗർ നോക്കിക്കേ, ഉണ്ടോ? ഇതാണ് നമ്മുടെ ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതാണ് ടെയിൽ സ്റ്റോക്ക്. ഈ ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇവിടെ ഫിക്സഡ് ആണ്. പക്ഷെ ടെയിൽ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം? ദാ ഈ ഗൈഡ് വേയിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ടെയിൽ സ്റ്റോക്ക് ഈസ് നോട്ട് എ ഫിക്സഡ് മെമ്പർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. Not true. Then, for performing which kind of operation tailstock holds the tool? Tailstockന്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ? ടു സപ്പോർട്ട് ദ അതർ എൻഡ് ഓഫ് ദ വർക്ക് പീസ്. വർക്ക് പീസിന്റെ മറ്റേ എൻഡ് സപ്പോർട്ട് ചെയ്യുക എന്നാണ് ടെയിൽസ്റ്റോക്കിന്റെ ഒരു ഫംഗ്ഷൻ. അതേപോലെ തന്നെ ടെയിൽസ്റ്റോക്കിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യുക. അപ്പം ഡ്രില്ലിംഗ്, റീമിംഗ്, ടാപ്പിംഗ് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ നേരത്ത് നമുക്ക് കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യാം? ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾ ജനറേറ്റ് ചെയ്യുന്നു. റീമിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡ്രില്ല് ചെയ്ത ഹോളിന്റെ സർഫസ് ആക്യുറസി അല്ലെ സർഫസ് ഫിനിഷ് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് റീമിംഗ്. ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ ഹോളിനകത്ത് ഇന്റേണൽ ത്രെഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. സോ ടെയിൽ സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്കിന്റെ ഒരു പോയിന്റ് നോക്കിക്കേ, ഇവിടുന്ന് ഒരു പോയിന്റ് കിട്ടി. നോക്കിക്കേ, ടെയിൽ സ്റ്റോക്ക് ഈസ് ഓൾസോ നോൺ ആസ് ലൂസ് ഹെഡ് സ്റ്റോക്ക്. ടെയിൽ സ്റ്റോക്കിന്റെ വേറൊരു പേരാണ് ലൂസ് ഹെഡ് സ്റ്റോക്ക്. ഇത് അധികം കോമൺ ആയിട്ട് കാണാത്ത ഒരു പേരാണ്. ഫുഡ് സ്റ്റോക്ക് എന്നൊരു പേരും ടെയിൽ സ്റ്റോക്കിനുണ്ട്. ഫുഡ് സ്റ്റോക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ടെയിൽ സ്റ്റോക്ക്. ഇതാണ് ടെയിൽ സ്റ്റോക്ക്. ഗൈഡ് വേയിൽ കൂടെ മൂവ് ചെയ്യുന്ന കമ്പോണന്റ് ആണ്. ഇതിനൊരു നോൺ റൊട്ടേറ്റിംഗ് സ്പിൻഡിലാണ്. റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ ഹെഡ് സ്റ്റോക്കിലാണുള്ളത്. ഒരു നോൺ റൊട്ടേറ്റിംഗ് സ്പിൻഡിലാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ദ അതർ എൻഡ് ഓഫ് ദ വർക്ക് പീസ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഹോൾഡ് സം കട്ടിംഗ് ടൂൾസ്, ഡ്രില്ലിങ്ങോ, റീമിങ്ങോ, ബോറിങ്ങോ, കൗണ്ട് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് കട്ടിംഗ് ടൂൾസിനെ ഹോൾഡ് ചെയ്യാം. ഇതിന് പാർട്സ് നോക്കിക്കേ, ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിലുണ്ട്. അത് റൊട്ടേറ്റിംഗ് കമ്പോണന്റ് അല്ല ടെയിൽ സ്റ്റോക്ക് സ്പിൻഡില്. ദെൻ ടെയിൽ സ്റ്റോക്ക് ഹാൻഡ് വീൽ ഉണ്ടോ? ഈ ഹാൻഡ് വീല് റൊട്ടേറ്റ് ചെയ്താൽ ഈ സ്പിൻഡില് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ഇത് അഴിച്ചു മാറ്റാനും ഒക്കെ ആയിട്ടാണ്. ടൈറ്റ് ചെയ്യാനും അഴിച്ചു മാറ്റാൻ. ദെൻ ടെയിൽ സ്റ്റോക്ക് ഹാൻഡ് വീല് കണ്ടു. ദെൻ ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ലോക്ക് കണ്ട്, ഈ മുകളിലത്തെയാണ് ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ലോക്ക്. അപ്പൊ ഈ ലോക്ക് നമ്മള് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വീല് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഈ വീല് പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ലോക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ടെയിൽ സ്റ്റോക്ക് ലോക്കാണിത്. ഇത് താഴേക്ക് മൂവ് ചെയ്യാം. ടെയിൽ സ്റ്റോക്ക് ലോക്ക് താഴേക്ക് മൂവ് ചെയ്യാം. ഇതിപ്പം ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്, ഉണ്ടോ? മുകളിലോട്ടിരിക്കുക. ഇത് മുകളിലോട്ടിരിക്കുക. അത് താഴേക്ക് മൂവ് ചെയ്താൽ എന്ത് പറ്റും? അത് അൺലോക്ക് ആവും. അപ്പം അങ്ങനെ നമുക്ക് ടെയിൽ സ്റ്റോക്കിനെ മൂവ് ചെയ്യാം. ഇപ്പൊ ഈ പൊസിഷനിൽ ആ ടെയിൽ സ്റ്റോക്ക് ലോക്ക് എന്ന് പറയുന്നത് കണ്ട്, ഇത് ലോക്കാണ്.
അപ്പൊ ഈ ടൈൽ സ്റ്റോക്കിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയാൽ നീങ്ങത്തില്ല, അത് ഫിക്സ് ആയിട്ടിരിക്കുക. ഈ ലോക്ക് ഞാൻ അൺലോക്ക് ചെയ്ത്, അതായത് താഴോട്ടാണ് അൺലോക്ക് ചെയ്യുന്നത്. അൺലോക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, എനിക്ക് ഈ ടൈൽ സ്റ്റോക്കിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യാം. ഇതാണ് ടൈൽ സ്റ്റോക്ക് എന്ന് പറയുന്ന കമ്പോണന്റ്. Then the body of the tailstock can be adjusted by clamping with the help of tailstockന്റെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് രണ്ടും യൂസ് ചെയ്യും. ബോൾട്ടും പ്ലേറ്റും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാണാം, ബോൾട്ടും പ്ലേറ്റും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് ഓഫ് tailstock is done for എന്തിനു വേണ്ടിയാ? ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മള് ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിലുമായിട്ട് അലൈൻ ചെയ്താണ് വെക്കുന്നത്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. ടൈൽ സ്റ്റോക്ക് മാറ്റി വെക്കുന്നത് എന്തിനു വേണ്ടിയാ? ടേപ്പർ ടേണിങ്ങിനാണോ, സ്ട്രൈറ്റ് ടേണിങ്ങിനാണോ, അതോ രണ്ടിനും വേണോ? എന്തിനു വേണ്ടിയായിരിക്കും? നമ്മളൊരു മെത്തേഡായിട്ട് പഠിച്ചതായത് ടൈൽ സ്റ്റോക്ക് സെറ്റ് അവർ മെത്തേഡ് എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു. എന്തിനു വേണ്ടിയാ? ഓക്കെ, ടേപ്പർ ടേണിംഗ് മെത്തേഡാണ് ടൈൽ സ്റ്റോക്ക് സെറ്റ് അവർ മെത്തേഡ്. Then next one, realign. രണ്ടും ഒന്ന് തന്നെ. റീഅലൈൻ ഓഫ് ടൈൽ സ്റ്റോക്ക് സെന്റർ ഈസ് ഡൺ ഫോർ. മാറ്റിയെന്നേ ഉള്ളൂ, ഓഫ്സെറ്റിന് പകരം റീഅലൈൻ ആക്കിയെന്നേ ഉള്ളൂ. Then അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ഹാൻഡ് വീൽ കോസസ് ദ സ്പിൻഡിൽ ടു ബി ഡ്രോൺ ഇൻവേർഡ്? ഞാനിപ്പം ടൈൽ സ്റ്റോക്കിന്റെ ഹാൻഡ് വീല് കാണിച്ചായിരുന്നു, ഏറ്റവും ബാക്കിലുള്ളത് ഉണ്ടോ? ഏറ്റവും ബാക്കിലുള്ള ഇതാണ് ടൈൽ സ്റ്റോക്കിന്റെ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ അത് ആന്റി ക്ലോക്ക് വൈസ് അത് എന്താണ്, സ്പിൻഡിലിനെ ഇൻവേർഡ്, സ്പിൻഡിൽ ബാക്കിലേക്ക് വരണമെങ്കിൽ ഹാൻഡ് വീൽ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചത്. സ്പിൻഡില് ഇൻവേർഡ് ആയിട്ട് വരണമെങ്കിൽ, സ്പിൻഡിൽ അകത്തേക്ക് പോകണമെങ്കിൽ എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ആ വീലിനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ സ്പിൻഡിൽ വെളിയിലേക്ക് പോകും, സ്പിൻഡിൽ വെളിയിലേക്ക് പോകും. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ സ്പിൻഡില് അകത്തേക്ക് വരും. ടൈൽ സ്റ്റോക്കിന്റെ സ്പിൻഡിലാണ്. Which of the following is supported by the headstock? ഹെഡ്സ്റ്റോക്കിൽ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? ആദ്യം നമുക്ക് ഹെഡ്സ്റ്റോക്കിനെ കുറിച്ച്, ഇതിനകത്ത് സ്പിൻഡില് ഹെഡ്സ്റ്റോക്കിൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഹെഡ്സ്റ്റോക്ക് സ്പിൻഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെഷീൻ ലേത്തിന്റെ ഈ സ്പീഡ് ചേഞ്ചിങ് അല്ലെ ഗിയർ മെക്കാനിസങ്ങളെല്ലാം എവിടാണുള്ളത്? ഹെഡ്സ്റ്റോക്കിലാണുള്ളത്. അപ്പൊ സ്പീഡ് ചേഞ്ച് മെക്കാനിസവും ഹെഡ്സ്റ്റോക്കിലുണ്ട്. അതേപോലെ സ്പിൻഡിൽ ബെയറിങ്സും ഹെഡ്സ്റ്റോക്കിലുണ്ട്. അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഇതെല്ലാം ഹെഡ്സ്റ്റോക്കിൽ ഉള്ളതാണ്. സ്പിൻഡിൽ ബെയറിംഗ്, സ്പീഡ് ചേഞ്ച് മെക്കാനിസം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ്സ്റ്റോക്ക് എന്ന് പറയുന്നത്. നോക്കിയേ, ഹെഡ്സ്റ്റോക്ക്, ടൈൽ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു. ഇനി ഹെഡ്സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സഡ് മെമ്പർ ആണ്. ഇതാണ് ഹെഡ്സ്റ്റോക്കിന്റെ സ്പിൻഡിൽ. ആ സ്പിൻഡിലിന്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എന്ത്, എക്സ്റ്റേണൽ ത്രെഡ് ഉള്ള മോസ് ടേപ്പർ ഉള്ള സ്പിൻഡിൽ. ആ എക്സ്റ്റേണൽ ത്രെഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയ ചക്കാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഹെഡ്സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫിക്സഡ് മെമ്പർ ഓൺ ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ബെഡ് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ സ്പിൻഡിൽ. സ്പിൻഡിലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ സ്പിൻഡിലിനാണ് പവർ കിട്ടി അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചക്കും റൊട്ടേറ്റ് ചെയ്യും. ആ ചക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ സ്പിൻഡിലാണ്. ദെൻ ഇവിടെയുള്ള അടുത്ത കാര്യങ്ങളാണ് സ്പീഡ് ചേഞ്ച് മെക്കാനിസം. ഹെഡ്സ്റ്റോക്കിലുണ്ട്. ഹെഡ്സ്റ്റോക്കിനകത്ത് സ്പീഡ് ചേഞ്ചിങ് മെക്കാനിസം ഉണ്ട്. ഓക്കെ, അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ഡിഫറെന്റ് കണ്ടീഷൻ, പല കണ്ടീഷനിലും നമ്മൾ പല സ്പീഡിലായിരിക്കും. ഇപ്പം മെറ്റീരിയൽ, വർക്ക് പീസിന്റെ മെറ്റീരിയൽ വെച്ച് നമ്മൾ സ്പീഡ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇപ്പൊ സോഫ്റ്റ് മെറ്റീരിയൽ, അതായത് ബ്രാസോ അലൂമിനിയം അതുപോലെ സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ മെഷീനിങ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, യൂഷ്വലി സ്പീഡ് കുറവായിരിക്കും. ഇനി
ഹാർഡ് അല്ലെങ്കിൽ ഹാർഡും ടഫുമായിട്ടുള്ള മെറ്റീരിയൽ ആണ് മെഷീൻ ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ സ്പീഡ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ഫിനിഷ്, ആ നമ്മുടെ വർക്ക് പീസിന് കിട്ടുന്ന സർഫസ് ഫിനിഷിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്താ സ്പീഡ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇപ്പം ഹൈ സർഫസ് ഫിനിഷ് ആണെങ്കിൽ, സർഫസ് ഫിനിഷ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ സ്ലോ സ്പീഡിലായിരിക്കോ ഹൈ സ്പീഡിലായിരിക്കോ റൊട്ടേറ്റ് ചെയ്യുന്നത്? സ്മൂത്ത് ഫിനിഷിങ്ങിന് നമ്മൾ ഹൈ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. റഫ് ടേണിംഗ് ഓപ്പറേഷനിൽ നമ്മൾ സ്ലോ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ സ്പീഡ് ചേഞ്ച് ചെയ്യും. അപ്പൊ സ്പീഡ് ചേഞ്ച് മെക്കാനിസം ഈ ഹെഡ് സ്റ്റോക്കിലാണ് ഉള്ളത്. അതേപോലെ ചേഞ്ച് ഗിയേഴ്സ്. ഓക്കെ, ഈ സ്പീഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഗിയർ അസംബ്ലി ഉണ്ട്, അതും നമ്മുടെ ഹെഡ് സ്റ്റോക്കിലാണ് ഉള്ളത്. Then next question, the main unit of lathe which houses the spindle, lathe spindle and controls the lever for the speed selection. ഇപ്പം പറഞ്ഞു മെയിൻ യൂണിറ്റ് ഓഫ് ലേത്ത്, ലേത്തിന്റെ ഒരു മെയിൻ യൂണിറ്റ്, അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്? ലേത്ത് സ്പിൻഡിലും നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസവും ഒക്കെ ഉള്ളത് എവിടെയാണ്? ഹെഡ് സ്റ്റോക്കിലാണുള്ളത്. ഓക്കെ, which of the following lathe part serves as the housing for back gear, driving pulley, etc.? ഏതാണ്? ഏത് പാർട്ടാ? ഹെഡ് സ്റ്റോക്ക്. ഹെഡ് സ്റ്റോക്ക്. കാരണം മറ്റേടത്തൊന്നും മൂവിങ് കമ്പോണന്റ് അല്ല, ബെഡോ ടെയിൽ സ്റ്റോക്കോ ഒന്നും മൂവിങ് ആണ്. ഇതിനകത്ത് ലേത്തിന്റെ എല്ലാ അസംബ്ലിയും എന്താ എവിടാണുള്ളത്? നമ്മുടെ ഹെഡ് സ്റ്റോക്കിലാണുള്ളത്. ഓക്കെ, and spindle is fitted with chuck, face plate, chucks or face plate, none of the mentioned. എളുപ്പം പറഞ്ഞു. ഏതാ പറഞ്ഞു? തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ചക്സ് ഓർ ഫേസ് പ്ലേറ്റ്, ഓപ്ഷൻ സി ആണ്. ഇത് രണ്ടും എന്താണ്? ലേത്ത് ആക്സസറീസ് ആണ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആണ്, ചക്സ് ഓർ ഫേസ് പ്ലേറ്റ്. ദെൻ നമ്മുടെ അടുത്ത ലേത്ത് പാർട്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹെഡ് സ്റ്റോക്ക്, ബെഡ്, ടെയിൽ സ്റ്റോക്ക്. ദെൻ ക്യാരിയേജ്. ക്യാരിയേജിനകത്ത് ഉള്ള 5 പാർട്ടാണിത്. സാഡില്, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്, ആപ്രോൺ. ഇങ്ങനെ 5 പാർട്ടാണ് ക്യാരിയേജിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ സാഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാണ്ട് ഈ കാണുന്ന എച്ച് ഷേപ്ഡ് കമ്പോണന്റ് ആണ് സാഡിൽ. സാഡിലിന്റെ മുകളിലാണ് ക്രോസ് സ്ലൈഡ്, ക്രോസ് സ്ലൈഡിന്റെ മുകളിലാണ് കോമ്പൗണ്ട് റെസ്റ്റ്, കോമ്പൗണ്ട് റെസ്റ്റിന്റെ മുകളിലാണ് ടൂൾ പോസ്റ്റ്. ദെൻ സാഡിലിൽ ഹാങ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ഈ ആപ്രോൺ എന്ന് പറയുന്നത്. ഇത്രയാണ് ക്യാരിയേജിനകത്തുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിന്റെയും ഫംഗ്ഷൻ അറിയാമല്ലോ. സാഡിൽ എന്ന് പറഞ്ഞാൽ ലേത്തിന്റെ ബെഡിലെ ഗൈഡ് വേയിൽ കൂടെ മൂവ് ചെയ്യുന്ന, ഔട്ടർ ഗൈഡ് വേയിൽ കൂടെ മൂവ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് സാഡിൽ. സാഡിലാണ് ഗൈഡ് വേയിൽ കൂടെ മൂവ് ചെയ്യുന്നത്. സാഡിലിന്റെ മുകളിലാണ് ക്രോസ് സ്ലൈഡ്. ഇപ്പൊ ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രോസ് ഫീഡ് കൊടുക്കുക, അതായത് 90 ഡിഗ്രി അല്ലെ പെർപെൻഡിക്കുലർ ഫീഡ് കൊടുക്കാനാണ് ക്രോസ് സ്ലൈഡ്. കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാലോ അതിനാണ് ഈ സ്വിവൽ ബേസ് ഒക്കെ ഉള്ളത്. ഓക്കെ, 0 to 360 ഡിഗ്രി സ്വിവൽ ബേസ് ഉണ്ട്. ഈ കാണുന്നതാണ് ആ സ്വിവൽ ബേസ്. കണ്ടോ? ഇത് നോക്കിക്കേ, ക്രോസ് ഫീഡ് പെർപെൻഡിക്കുലർ. ഇത് മൂവ് ചെയ്യുന്ന ഇങ്ങനെ പെർപെൻഡിക്കുലർ, നമ്മുടെ നേരെ പെർപെൻഡിക്കുലർ, അല്ലെ നമ്മുടെ നേരെയോ നമ്മൾക്ക് ഓപ്പോസിറ്റോ നേരെയോ പോകുന്നു. അപ്പൊ ഇത് സാഡില് മൂവ് ചെയ്യുന്ന ഇങ്ങനെ. സാറേ പോയിന്റർ ക്ലിയർ അല്ലേ? ഒന്ന് വരച്ച് കാണിച്ചാലേ. സാഡില് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടലി. ഓക്കെ, അതിന്റെ മുകളിലുള്ള ക്രോസ് സ്ലൈഡ് മൂവ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ക്രോസ് സ്ലൈഡ് മൂവ് ചെയ്യുന്നത്. അപ്പം ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് കൊടുക്കാൻ സാഡിലും ക്രോസ് ഫീഡ് കൊടുക്കാൻ എന്താണ്? ക്രോസ് സ്ലൈഡും ഉണ്ട്. ഇനി ആംഗുലാർ ഫീഡ് കൊടുക്കാനാണ് ഈ പറയുന്ന കോമ്പൗണ്ട് റെസ്റ്റ്. കണ്ടിത്
കോമ്പൗണ്ട് റെസ്റ്റ്. അപ്പൊ അതിനെന്തോ ഉണ്ട്, അതിനൊരു സ്വിവൽ ബേസ് ഉണ്ട്, കണ്ടോ? ഒരു സ്വിവൽ ബേസ് 0 to 360 ഡിഗ്രി ഉള്ള സ്വിവൽ ബേസ് ഉണ്ട്. അപ്പം നമുക്ക് വേണ്ട ടേപ്പറിനനുസരിച്ച് ഇതൊരു ബോൾട്ട് ഒക്കെ വെച്ച് ഫിക്സ് ചെയ്തിരിക്കുക. അതങ്ങോട്ട് മാറ്റി എന്ത് ചെയ്യും, ഈ കോമ്പൗണ്ട് റെസ്റ്റിനെ ടിൽറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ടൂള് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇരിക്കുന്നു. അങ്ങനെയാണ് ടേപ്പർ കട്ട് ചെയ്യുന്നത്. ദെൻ കോമ്പൗണ്ട് റെസ്റ്റിന്റെ മുകളിൽ ടൂൾ പോസ്റ്റ് ഉണ്ട്. ഇതാണ് ടൂൾ പോസ്റ്റ്, അവിടെയാണ് കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ആപ്രോൺ. അപ്പൊ ഈ കാരിയേജിന്റെ മൂവ്മെന്റിന് വേണ്ട സാധനങ്ങളല്ല അവിടെ ഉള്ളത്, ആപ്രോണിലാണ് ഉള്ളത്. ഓക്കെ. അപ്പം ഈ കാരിയേജിനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യാം, മാനുവലായിട്ട് മൂവ് ചെയ്യാം. ഈ ക്രോസ് ഫീഡും ലോഞ്ചിറ്റ്യൂണൽ ഫീഡും. ഈ ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് എന്ന് പറയുന്നത് എന്താണ്? ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് എന്ന് പറയുന്നത് ഇതാണ് ലോഞ്ചിറ്റ്യൂണൽ ഫീഡ്. ക്രോസ് ഫീഡ് എന്ന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാണ് ക്രോസ് ഫീഡ്. ഓക്കെ. ഇപ്പൊ ലോഞ്ചിറ്റ്യൂണൽ ഫീഡും ക്രോസ് ഫീഡും നമുക്ക് മാനുവൽ ആയിട്ടോ അല്ലെ ഓട്ടോമാറ്റിക് ആയിട്ടോ കൊടുക്കാം. അതിനുവേണ്ടിയാണ് ഈ ആപ്രോൺ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഗിയേഴ്സ്, ലീവേഴ്സ്, ക്ലച്ചസ് ഇതെല്ലാം ഉണ്ട് ഫോർ ദ മൂവ്മെന്റ് ഓഫ് ദ കാരിയേജ്. അപ്പൊ ഇത്രയാണ് കാരിയേജിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ. Then how many types of movements are possible in carriage? എത്ര കാരിയേജിന് എത്ര മൂവ്മെന്റ് ഉണ്ട്? എത്ര മൂവ്മെന്റ് ഉണ്ട്? ഓപ്ഷൻ എ ആണോ സാറേ? അല്ല, എന്തൊക്കെ ഫീഡാണ് ഞാനിപ്പം പറഞ്ഞ? ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് ഉണ്ട്. എന്തൊക്കെ ഫീഡ്? ഓപ്ഷൻ ബി ആണ്. കാരണം എന്താണ്? കാരിയേജിന് ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് ഉണ്ട്, ക്രോസ് ഫീഡ്, ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് ഉണ്ട്, ക്രോസ് ഫീഡ് ഉണ്ട്, അതേപോലെ ആംഗുലാർ ഫീഡ് ഉണ്ട്. ആംഗുലാർ ഫീഡിന് വേണ്ടിയാണ് കോമ്പൗണ്ട് റെസ്റ്റ് ഉള്ളത്. ഓക്കെ. ഓപ്ഷൻ ബി. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. ഈ പഠിപ്പിച്ചതായതുകൊണ്ടാണ് ഞാനിങ്ങനെ പോണേ. ഈ 3 ഫീഡും ഉണ്ട്. Then അടുത്തത്, which type of feed is always done perpendicular to the axis of work? ലേത്ത് ആക്സിസിന് പാരലായിട്ടായിരിക്കും എപ്പോഴും വർക്ക് ഇരിക്കുന്നത്, വർക്ക് പീസ്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫീഡ് ഏതാണ്? ക്രോസ് ഫീഡ് ആണ്. ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് എന്ന് പറഞ്ഞാൽ പാരലായിട്ടാണ്, ആംഗുലാർ ഫീഡ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളിലാണ്, ക്രോസ് ഫീഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ഫീഡ് ആണ്. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ഓപ്ഷൻ സി. Carriage provide various movements for the cutting tool. കട്ടിംഗ് ടൂളിന് മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മാനുവലി ആണോ ബൈ പവർ ഫീഡ് ആണോ അതോ രണ്ടും പറ്റുമോ? കട്ടിംഗ് ടൂളിന് മൂവ്മെന്റ് കാരിയേജിൽ കിട്ടുന്നത് എങ്ങനെയാണ്? മാനുവലി ആണോ? മാനുവലി കൊടുക്കാം, അതേപോലെ തന്നെ പവർ ഫീഡ് ഓട്ടോമാറ്റിക് കൊടുക്കാം. അതിനുവേണ്ടിയാണ് ആപ്രോൺ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സി ആണ്. നിങ്ങൾ ലേത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാം. ഇപ്പം മാനുവലി ആണെങ്കിൽ എന്താണ്, നമ്മളാണ് കൊടുക്കുന്നത്, അത് പ്രോപ്പറായിട്ട് ഫീഡൊന്നും കൊടുക്കത്തില്ല. അത് കാരണം സർഫസ് ആക്യുറസി ഒക്കെ കുറവായിരിക്കും. പവർ ഫീഡ് ആണെങ്കിൽ കറക്റ്റ് ഫീഡൊക്കെ കിട്ടി നല്ല ആക്യുറസി ഉള്ള വർക്ക് പീസ് കിട്ടും. ഇത് രണ്ടും കൊടുക്കാൻ നമുക്ക് ആപ്രോൺ യൂസ് ചെയ്യാം. ആപ്രോൺ എൻഗേജ് ചെയ്താൽ അത് പവർ ഫീഡ് ആണ്, ആപ്രോൺ എൻഗേജ് ചെയ്തില്ലെങ്കിൽ അത് മാനുവൽ ഫീഡ് ആണ്. ഓക്കെ. അപ്പൊ ഇത് കൊടുക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആപ്രോൺ ആണ് കേട്ടോ, മാനുവലി ആൻഡ് ബൈ പവർ ഫീഡ്. Then a compound rest may be clamped at ഏതാ? കോമ്പൗണ്ട് റെസ്റ്റിനെ എത്ര നമുക്ക് ടിൽറ്റ് ചെയ്യാം? ഞാൻ ഇപ്പം പറഞ്ഞായിരുന്നല്ലോ, 0 to 360 degree. Then in how many parts carriage can be divided? Carriage-നെ എത്ര ആയിട്ടാ ഡിവൈഡ് ചെയ്യുന്നത്? കാരിയേജിനകത്ത് എത്ര പാർട്സ് ഉണ്ട്?
3 അല്ല, അല്ലല്ലേ? ക്യാരേജിലുള്ളതാണ് സാഡില്, ക്രോസ് ആ സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്, ആപ്രോൺ. 5 എണ്ണം. ഇത് ഇത്രയും ക്യാരേജിനകത്തുള്ളതാ. ഓപ്ഷൻ ഡി. ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണ്. Okay, saddle is dash-shaped casting and has dash guide grooves and flat grooves. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. സാഡിൽ എന്ന് പറഞ്ഞാൽ എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അതിന് വി ഷേപ്ഡ് ഗ്രൂവും ഫ്ലാറ്റ് ഗ്രൂവും ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്, കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, സാഡിൽ എന്ന് പറഞ്ഞാൽ എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് ആണ്. അതിന് വി ഷേപ്ഡും ഫ്ലാറ്റ് ഗ്രൂവ്സും ആണുള്ളത്. ദെൻ അടുത്ത കമ്പോണന്റ് ടൂൾ പോസ്റ്റ്. ഓക്കെ, ടൂൾ പോസ്റ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ടൂൾ പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടൂൾ പോസ്റ്റ് എവിടാണ് ഇരിക്കുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ, എന്തിന്റെ മുകളിലാണ് ടൂൾ പോസ്റ്റ് ഇരിക്കുന്നത്? എന്തിന്റെ മുകളിലാണ് ടൂൾ പോസ്റ്റ് ഇരിക്കുന്നത്? ക്രോസ് സ്ലൈഡിന്റെ അല്ല, കോമ്പൗണ്ട് റെസ്റ്റിന്റെ മുകളിലാണ്. അതാ ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി. സാഡില്, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്. ഓക്കെ, ഇനി മെയിൻലി 4 തരത്തിലുള്ള ടൂൾ പോസ്റ്റുകളുണ്ട്. സിംഗിൾ സ്ക്രൂ ടൂൾ പോസ്റ്റ്, 4 ബോൾട്ട് ടൂൾ പോസ്റ്റ്, ഓപ്പൺ സൈഡ് ടൂൾ പോസ്റ്റ്, 4 വേ ടൂൾ പോസ്റ്റ്. 4 തരത്തിലുള്ള ടൂൾ പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഈ സിംഗിൾ സ്ക്രൂ ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു സെറ്റ് സ്ക്രൂ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടൂളിനെ ഫിക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ മെയിൻലി പറയുന്നത് എങ്ങനെയാണ് ടൂളിനെ ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു സെറ്റ് ഓഫ് സ്ക്രൂസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഫിക്സ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇപ്പം സെറ്റ് ഓഫ് സ്ക്രൂ യൂസ് ചെയ്തുകൊണ്ടാണ് സിംഗിൾ സ്ക്രൂ ടൂൾ പോസ്റ്റ്. അവിടെ ഒരു ടൂളിനെ മാത്രമേ നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ രണ്ടാമത്തേത് 4 ബോൾട്ട് ടൂൾ പോസ്റ്റ്. ആ പേരിൽ തന്നെയുണ്ട്. 4 ബോൾട്ടും 2 സ്ട്രാപ്പും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹെവി ഡ്യൂട്ടി ലേത്തിലൊക്കെ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 1 or 2 ടൂളിനെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മൂന്നാമത്തേത് ഓപ്പൺ സൈഡ് ടൂൾ പോസ്റ്റ്. ഓപ്പൺ സൈഡ് ടൂൾ പോസ്റ്റ് കട്ടിംഗ് ടൂളിനെ ഫിക്സ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാന്ന് ചോദിച്ചാൽ ഒരു ഫിക്സിംഗ് ബോൾട്ടും 2 സെറ്റ് സ്ക്രൂവും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ സൈഡ് ടൂൾ പോസ്റ്റിൽ കട്ടിംഗ് ടൂളിനെ ഫിക്സ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ 4 വേ ടൂൾ പോസ്റ്റ്. 4 വേ ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമയം തന്നെ അതിൽ 4 ടൂൾസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ പേര് ഒന്ന് ഓർത്തു വെക്കുക. സോ ആദ്യത്തേത് ഓപ്പൺ സൈഡ് ടൂൾ പോസ്റ്റ് ഈസ് ക്ലാംപ്ഡ് ഇൻ എൻഡ് പൊസിഷൻ ബൈ സെറ്റ് സ്ക്രൂസ്. ഓപ്പൺ സൈഡ് ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് 2 സെറ്റ് സ്ക്രൂസ് യൂസ് ചെയ്തുകൊണ്ടാണ് കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പൺ സൈഡ് ടൂൾ പോസ്റ്റ് 2 സെറ്റ് സ്ക്രൂ യൂസ് ചെയ്തുകൊണ്ടാണ് കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യുന്നത്. ദെൻ 4 വേ ടൂൾ പോസ്റ്റിന്റെ വേറൊരു പേരാണ് സ്ക്വയർ ടൂൾ പോസ്റ്റ് ആൻഡ് ഇൻഡെക്സിംഗ് ടൈപ്പ് ടൂൾ പോസ്റ്റ്.
ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് ചോദിച്ചു പോവുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ 4-way ടൂൾ പോസ്റ്റിന്റെ വേറൊരു പേരാണ് സ്ക്വയർ ടൂൾ പോസ്റ്റ് എന്നും ഇൻഡെക്സിംഗ് ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്നും പറയുന്നത്. ഇപ്പം 4 ടൈപ്പ് ടൂൾ പോസ്റ്റ് ഉണ്ട്. എങ്ങനെയാണ് അത് കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ 4-way ടൂൾ പോസ്റ്റിൽ 4 കട്ടിംഗ് ടൂളിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then feed mechanism. ഫീഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ജസ്റ്റ് ആ ഫീഡ് മെക്കാനിസം 4 എണ്ണം ഉണ്ട്. അതെന്താണെന്ന് പേരൊന്ന് ഓർത്ത് വെക്കുക. ഫീഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടർ ഓൺ ആക്കുമ്പോൾ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. ഹെഡ് സ്റ്റോക്കിലെ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ആ സ്പിൻഡിലിന്റെ റൊട്ടേഷൻ, ആ പവർ നമുക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? കാരിയേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസംസ് ആണ് ഈ ഫീഡ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് 4 എണ്ണം ഉണ്ട്. എൻഡ് ഓഫ് ബെഡ് ഗിയറിംഗ്, എൻഡ് ഓഫ് ബെഡ് ഗിയറിംഗ്. ദെൻ രണ്ടാമത്തേത് ഫീഡ് ഗിയർ ബോക്സ്. മൂന്നാമത്തേത് ഫീഡ് റോഡ് ആൻഡ് ലീഡ് സ്ക്രൂ. നാലാമത്തേത് ആപ്രോൺ മെക്കാനിസം. ഓക്കെ, അപ്പൊ ഇത് 4 എണ്ണമാണ് ലേത്തിൽ യൂസ് ചെയ്യുന്ന ഫീഡ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് ഓഫ് ദ ടൂൾ റിലേറ്റീവ് ടു ദ വർക്ക്. മൂവ്മെന്റ് ഓഫ് ദ ടൂൾ റിലേറ്റീവ് ടു ദ വർക്ക്. അതായത് വർക്ക്, നമ്മുടെ വർക്ക് പീസിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള നമ്മുടെ കട്ടിംഗ് ടൂളിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ ഫീഡ് എന്ന് പറയുന്നത്. ഓക്കെ, 3 തരത്തിലുള്ള ഫീഡ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്തൊക്കെയാ? ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് ഉണ്ട്, ക്രോസ് ഫീഡ് ഉണ്ട്, ആംഗുലാർ ഫീഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫീഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ബെഡ് ഗിയറിംഗ്, ഫീഡ് ഗിയർ ബോക്സ്, ഫീഡ് റോഡ് ആൻഡ് ലീഡ് സ്ക്രൂ, ആപ്രോൺ മെക്കാനിസം. ഇങ്ങനെ 4 മെക്കാനിസംസ് ഉണ്ട്. അതിൽ എൻഡ് ഓഫ് ബെഡ് ഗിയറിംഗിന്റെ മെക്കാനിസം ആണ് ടംബ്ലർ ഗിയർ മെക്കാനിസം. ഞാൻ നെയിം ചെയ്ത് രണ്ടും പഠിക്കുക. ടംബ്ലർ ഗിയർ മെക്കാനിസം പഠിക്കണം, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ദെൻ ആപ്രോൺ മെക്കാനിസം. അപ്പം ടംബ്ലർ ഗിയർ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയ? ലേറ്റ് കാരിയേജിന്റെ മൂവ്മെന്റ്, ലേറ്റ് കാരിയേജിന്റെ മൂവ്മെന്റ് വേണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ടംബ്ലർ ഗിയർ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാരിയേജ് ഇപ്പം മുമ്പിലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് മെക്കാനിസം. കാരിയേജ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? കട്ടിംഗ് ടൂള് ആ മെഷീനിങ് ചെയ്തു കഴിഞ്ഞു, ഫോർവേഡ് മൂവ് ചെയ്ത്. ഇനി എന്ത്? കാരിയേജ് ബാക്കിലേക്ക് മൂവ് ചെയ്യണം. അപ്പം കാരിയേജ് ബാക്കിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടംബ്ലർ ഗിയർ മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത്. ഫീഡ് റോഡിന്റെ മൂവ്മെന്റ് റിവേഴ്സ് ചെയ്യുന്നത് ഈ ടംബ്ലർ ഗിയർ മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ടംബ്ലർ ഗിയർ മെക്കാനിസം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, ടു കൺട്രോൾ ദ ഡിസൈഡ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ലേറ്റ് കാരിയേജ്. കാരിയേജിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ടംബ്ലർ ഗിയർ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ദെൻ ആപ്രോൺ മെക്കാനിസം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? സാഡിലാണ് ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ബോത്ത് പവർ ആൻഡ് ഹാൻഡ് ഫീഡ് ടു കാരിയേജ് ആൻഡ് ക്രോസ്. അതായത് ലോഞ്ചിറ്റ്യൂണൽ ഫീഡും ക്രോസ് ഫീഡും മാനുവലിയും ഓട്ടോമാറ്റിക്കലിയും കൊടുക്കാനായിട്ട്, പവർ ഫീഡും കൊടുക്കാനായിട്ടാണ് ആപ്രോൺ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 പേരും ഒന്ന് ഓർത്തു വെക്കുക. അതിൽ ടംബ്ലർ ഗിയർ മെക്കാനിസവും ആപ്രോൺ മെക്കാനിസവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇൻ ആപ്രോൺ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം സ്പിൻഡിൽ ടു എങ്ങോട്ടായിരിക്കും? ലീഡ് സ്ക്രൂ, ഫീഡ് റോഡ്, അല്ലെങ്കിൽ രണ്ടിലേക്കും, അതോ അതിലൊന്നുമല്ലേ? എന്തിലേക്കായിരിക്കും? ഇതൊക്കെ തിയറി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ സുഖമായിട്ട് പറയാൻ പറ്റും. എന്തിലേക്കായിരിക്കും ആപ്രോണിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്?
പവർ എവിടെ നിന്നായിരിക്കും എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സ്പിൻഡിലിൽ നിന്നാണ്. ഓക്കെ, ആ സ്പിൻഡിലിൽ നിന്നും പവർ ക്യാരിയേജിലേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ മെക്കാനിസം. ഇപ്പൊ ഈ ആപ്രോണിൽ സ്പിൻഡിലിൽ നിന്നും ലീഡ് സ്ക്രൂവിലേക്കാണോ ഫീഡ് റോഡിലേക്കാണോ എങ്ങോട്ടായിരിക്കും പവർ പോകുന്നത്? ഫീഡ് റോഡ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ഫീഡ് റോഡ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ലേത്തിലെ എല്ലാ ഓപ്പറേഷൻസ്, ടേണിങ്, ഫേസിങ്, ഓക്കെ, ഡ്രില്ലിങ്, റീമിങ്, അങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുമ്പോൾ ക്യാരിയേജ് മൂവ് ചെയ്യുന്നത് ഈ ഫീഡ് റോഡിൽ കൂടെയാണ്. ക്യാരിയേജ് മൂവ് ചെയ്യുന്നത് ഫീഡ് റോഡിൽ കൂടെയാണ്. ക്യാരിയേജ് മൂവ് ചെയ്യുന്നത് ഫീഡ് റോഡിൽ കൂടെയാണ്. അതിന്റെ കൂടെ എന്താണ്, ലേത്തിന്റെ ബെഡിൽ കൂടെയും മൂവ് ചെയ്യും. ഇത് രണ്ടിൽ കൂടെയാണ് ക്യാരിയേജ് മൂവ് ചെയ്യുന്നത്. ഇനി ത്രെഡ് കട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലീഡ് സ്ക്രൂവിനെ എൻഗേജ് ചെയ്യും. ഒരു ഹാഫ് നെട്ട് എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ലീഡ് സ്ക്രൂവിനെ എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരിയേജ് മൂവ് ചെയ്യുന്നത് ലേത്തിന്റെ ബെഡിൽ കൂടെയും ലീഡ് സ്ക്രൂവിൽ കൂടെയായിരിക്കും. എപ്പോൾ? ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആപ്രോൺ എങ്ങോട്ടായിരിക്കും പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ആപ്രോൺ ഈ രണ്ടെണ്ണത്തിലേക്കും പവർ ട്രാൻസ്ഫർ ചെയ്യും. കാരണം രണ്ട് ഓപ്പറേഷൻ നടക്കണമല്ലോ. ബാക്കി ഓപ്പറേഷൻ സമയത്ത് ഫീഡ് റോഡിലോട്ടും ത്രെഡ് കട്ട് ചെയ്യുന്നിടത്ത് ലീഡ് സ്ക്രൂവിലോട്ടും പവർ ട്രാൻസ്മിറ്റ് ചെയ്യും ഫ്രം സ്പിൻഡിൽ. Then 30 ആൻസർ പറഞ്ഞേ. വിച്ച് ടൈപ്പ് ഓഫ് ഫീഡ് ഈസ് യൂസ് ടു ഓപ്പറേറ്റ് ദ ക്യാരിയേജ്? ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഹാൻഡ് ഫീഡും ഉണ്ട്, പവർ ഫീഡും ഉണ്ട്. അപ്പൊ എപ്പോഴും അവർക്ക് ആപ്രോണി രണ്ട് ഫീഡും ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സസ്പെൻഡഡ് ഫ്രം ദ സാഡിൽ? സാഡിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഇതിലേത്? സാഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കമ്പോണന്റ് ഏതാന്നാ പറഞ്ഞേ? ആപ്രോൺ. Then അതിന്റെ ആൻസർ ടംബ്ലർ ഗിയർ ഇൻ ലേത്ത് ആർ യൂസ്ഡ് ടു. ടംബ്ലർ ഗിയർ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? ടു ഗീവ് ദ ഡിസൈഡ് ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ദ ലേത്ത് ക്യാരിയേജ്. ലേത്ത് ക്യാരിയേജിന്റെ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്, ഒന്ന് ഫോർവേഡ് മൂവ് ചെയ്യുന്നു, ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്നു. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടംബ്ലർ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, which of the following mechanism is used for the purpose of power transmission from the spindle? സ്പിൻഡിൽ ഗിയർ അറേഞ്ച്മെന്റും ടംബ്ലർ ഗിയർ മെക്കാനിസവും യൂസ് ചെയ്യും. ഓപ്ഷൻ സി ആണ്. പർപ്പസ് ഓഫ് പവർ ട്രാൻസ്മിഷൻ ഫ്രം ദ സ്പിൻഡിൽ. Then which of the following method is used to vary the speed of lathe spindle? ലേത്തിന്റെ സ്പിൻഡിലിന്റെ സ്പീഡ് വേരി ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. പല ഓപ്പറേഷൻസ് വെച്ച് ഹൈ സ്പീഡും ലോ സ്പീഡും ആവറേജ് സ്പീഡിലും ഒക്കെ ഓടി. അതിനുവേണ്ടി എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇത് രണ്ടും യൂസ് ചെയ്യും. ഗിയർ ഔട്ടും ഗിയർ ഇന്നും. ഓക്കെ, ഇപ്പൊ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഗിയർ ഔട്ടും ഗിയർ ഇന്നും യൂസ് ചെയ്യുന്നു. Then which of the following are the advantages of cone pulley drive? ഇതെല്ലാം മെക്കാനിസത്തിൽ വരുന്ന കോൺ പുള്ളി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്പിൻഡിലിന്റെ ഡ്രൈവ് ആണ്. സ്പിൻഡിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്പിൻഡിലിന്റെ റൊട്ടേഷനിൽ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം കോൺ പുള്ളി ഡ്രൈവിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കിയാൽ മതി. ഈസി ടു മെയിൻറ്റെയിൻ, can take up heavy load, positive drive when the back gear is in engagement. നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരത്തില്ല. What does happen during the overload in the cone pulley? ഓവർലോഡ് വരുമ്പോൾ ബെൽറ്റ് സ്ലിപ്സ് ഓഫ്. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പവർ ട്രാൻസ്ഫർ ചെയ്യാൻ, രണ്ട് പുള്ളികളിൽ തമ്മിൽ പവർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്തത്. അപ്പൊ അതിനൊരു ഗിയർ കോൺ ആൻഡ് ടംബ്ലർ ഗിയർ മെക്കാനിസം എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. ഗിയർ കോൺ ആൻഡ് ടംബ്ലർ ഗിയർ മെക്കാനിസം അതിനകത്ത് വരുന്നതാണ്. അത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത്രയാണ് നമ്മുടെ
ഫീഡ് മെക്കാനിസം 4 ഉണ്ട് ഓർക്കുക. ടംബ്ലർ ഗിയർ മെക്കാനിസവും ആപ്രോൺ മെക്കാനിസവും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. Then size of lathe is specified by, നമുക്കറിയാം ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും അതിനൊരു കുറെ സ്പെസിഫൈ ചെയ്യാനായിട്ട് കുറെ പാരാമീറ്റേഴ്സ് കാണും. അപ്പൊ ലേത്തിന്റെ ഇതെല്ലാം കാണും അല്ലെ, മാക്സിമം. ഇപ്പൊ ലേത്തിന്റെ സൈസ് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ലെങ്ത് ബിറ്റ്വീൻ സെന്റേഴ്സ്, ഹൈറ്റ് ഓഫ് ദ സെന്റർ, സ്വിംഗ് ഡയമീറ്റർ, മാക്സിമം ബാർ ഡയമീറ്റർ, ടെയിൽ സ്റ്റോക്ക്, സ്ലീക്ക് ട്രാവൽ, മെട്രിക് ത്രെഡ് പിച്ചസ്, then lead screw pitch, then horsepower and shipping dimensions. ഇപ്പം ലേത്ത് സ്പെസിഫിക്കേഷൻ എല്ലാം അറിഞ്ഞിരിക്കണം. മിക്കവാറും ലേത്ത് സ്പെസിഫിക്കേഷൻ ഇങ്ങനെ തരും, എക്സാമിന് ലേത്ത് സ്പെസിഫിക്കേഷൻ തരും, എന്നിട്ട് ഏതാണെന്ന് ചോദിക്കണം. അപ്പൊ ഏത് കറക്റ്റ് ആയിട്ടെല്ലാം അറിയാമെങ്കിലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. ഹാഫ് നെറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു. ഹാഫ് നെറ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഹാഫ് നെറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ പറഞ്ഞു ലീഡ് സ്ക്രൂ ത്രെഡ് കട്ടിങ്ങിന് വേണ്ടിയാണ്. ഓപ്ഷൻ ഡി, ലീഡ് സ്ക്രൂ എൻഗേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹാഫ് നെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ത്രെഡ് കട്ടിങ് ഓൺ ലേത്ത്. Then with the help of how many half net apron provide power feed to the carriage at the time of thread cutting? എത്ര ഹാഫ് നെറ്റ് വേണമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. 2 വേണം. ത്രെഡിന്റെ 2 സൈഡും ഹാഫ് നെറ്റിന്റെ ഫിഗർ ഇതാ കണ്ടോ. ഇതാണ് നമ്മുടെ ലീഡ് സ്ക്രൂ. ലീഡ് സ്ക്രൂവിനെ എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനുമായിട്ടാണ് ഈ ഹാഫ് നെറ്റ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, 2 പാർട്ടുണ്ട്. സോ ഹാഫ് നെറ്റ് മെക്കാനിസം ഈസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് കാരിയേജ് ടു എൻഗേജ് ആൻഡ് ഡിസെൻഗേജ് വിത്ത് ദ ലീഡ് സ്ക്രൂ. കാരിയേജ് ആണ് എൻഗേജ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഓപ്പറേഷനിലും കാരിയേജ് മൂവ് ചെയ്യുന്നത് ഫീഡ് റോഡിൽ കൂടെയാണ്. നമ്മുടെ ഓപ്പറേഷൻസ്, ലേത്ത് ഈസ് പ്രൈമർലി യൂസ് ഫോർ പ്രൊഡ്യൂസിങ് ഏത് സർഫസ് ആയിരിക്കും? ലേത്തിന്റെ ഈ പറഞ്ഞ എല്ലാ സർഫസും മെഷീനിങ് ചെയ്യാൻ പറ്റുമെങ്കിലും ലേത്ത് പ്രൈമർലി മെഷീൻ ചെയ്യുന്നത് സിലിണ്ടറിക്കൽ സർഫസ് ആണ്. നൺ ഓഫ് ദ മെൻഷൻഡ് ആണ്. സിലിണ്ടറിക്കൽ സർഫസ് ആണ് പ്രൈമർലി യൂസ് ചെയ്യുന്നത്. പ്രൈമർലി എല്ലാം ചെയ്യുന്നതാണ്, പ്രൈമർലി സിലിണ്ടറിക്കൽ സർഫസ് ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് സർഫസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ടേണിംഗ് ഓപ്പറേഷൻ ഇൻ ലേത്ത് മെഷീൻ? ടേണിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേണിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടൂളിനെ സിലിണ്ടറിക്കൽ സർഫസ് ആണ്. അതായത് ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് ആണ്. ലേത്ത് ആക്സിസിന് പാരലായിട്ടാണ് ടൂള് മൂവ് ചെയ്യുന്നത്. ലേത്ത് ആക്സിസിന് പാരലായിട്ടാണ് ടൂള് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സിലിണ്ടറിക്കൽ സർഫസ് കിട്ടും. ദെൻ ലേത്ത് ഓപ്പറേഷൻസ്. നമുക്കറിയാം കുറെ ഓപ്പറേഷൻസ് ലേത്തിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഓപ്പറേഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ആദ്യം ഹോൾഡിംഗ് ദ വർക്ക് പീസ് ബിറ്റ്വീൻ സെന്റേഴ്സ് ഓർ ബൈ എ ചക്ക്. അതായത് വർക്ക് പീസിനെ ലൈവ് സെന്ററിനും ഡെഡ് സെന്ററിനും ഇടയ്ക്ക് അല്ലെങ്കിൽ എവിടാ ചക്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഈ കാണുന്നത്. ടേണിംഗ്, ഫേസിംഗ്, ചാംഫറിംഗ്, നേളിംഗ്, ത്രെഡ് കട്ടിംഗ്. ഇതൊക്കെയാണ് എന്ത് ബിറ്റ്വീൻ സെന്റേഴ്സ് ഓർ ചക്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ട്. അത് ടേണിംഗ് തന്നെ പ്ലെയിൻ ഓർ സ്ട്രെയിറ്റ് ടേണിംഗ്. നമ്മുടെ സാധാരണ സ്ട്രെയിറ്റ് ടേണിംഗ്. ആ ടേണിങ് എന്ന് 2 ഉണ്ട്. റഫ് ടേണിങ്ങും ഉണ്ട്, ഫിനിഷ് ടേണിങ്ങും ഉണ്ട്. അതാണ് ഈ റഫ് ടേണിങ് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഫിനിഷ് ടേണിങ് ആണ്, രണ്ടാമത്തേത് റഫ് ടേണിങ്. റഫ് ടേണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കുറച്ച് മിനിമം ടൈം കൊണ്ട് കൂടുതൽ എമൗണ്ട് ഓഫ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുക. അപ്പൊ അവിടെ സർഫസ് ഫിനിഷ് വളരെ കുറവായിരിക്കും. അതിനെയാണ് റഫ് ടേണിങ് എന്ന് പറയുന്നത്. ഫിനിഷ് ടേണിങ് എന്ന് പറഞ്ഞാലോ
നേരത്തെ പറഞ്ഞ പോലെ ഫിനിഷിന് ഹൈ കട്ടിംഗ് സ്പീഡ്, സ്മോൾ ഫീഡില് ഹൈ കട്ടിംഗ് സ്പീഡിൽ സ്മോൾ ഡെപ്തില് വളരെ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ട് ഹൈ സർഫസ് ആക്യുറസി ഉള്ള സർഫസുകൾ കിട്ടുന്നു. അതാണ് ഫിനിഷ് ടേണിംഗ്. ദെൻ ഷോൾഡർ ടേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫിഗറിനകത്ത് ഷോൾഡർ ടേണിംഗ് ഇല്ല. അപ്പൊ ഷോൾഡർ ടേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ഡയമീറ്റേഴ്സിനെ ടേൺ ചെയ്യുന്നതാണ് ഷോൾഡർ ടേണിംഗ്. ഇപ്പൊ ഷോൾഡർ ടേണിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഷോൾഡർ, ബിവൽഡ് ഷോൾഡർ, റേഡിയസ് ഷോൾഡർ, അണ്ടർകട്ട് ഷോൾഡർ, അങ്ങനെ പല ഷോൾഡർ ടേണിങ്ങുകളുണ്ട്. ഓക്കെ, അപ്പം ഒരു വർക്ക് പീസിൽ ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഷോൾഡർ ടേണിംഗ് എന്ന് പറയുന്നത്. ടേപ്പർ ടേണിംഗ് നമുക്ക് ഓൾറെഡി അറിയാം. എന്താ? ടേപ്പേർഡ് സർഫസ്, ഇൻക്ലൈൻഡ് അല്ലെ കോണിക്കൽ സർഫസ് ജനറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ ടേപ്പർ ടേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫേസിംഗ് എന്താണ്? ലേത്ത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ക്രോസ് ഫീഡ് കൊടുത്തുകൊണ്ട് ഒരു ഫ്ലാറ്റ് സർഫസ് ജനറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ ഫേസിംഗ് എന്ന് പറയുന്നത്. ദെൻ ചാംഫറിംഗ് ഓപ്പറേഷൻ. ചാംഫറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാംഫേർഡ് സർഫസ്. ഇത് കണ്ടോ? ചാംഫറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വർക്ക് പീസിന്റെ എക്സ്ട്രീം എൻഡില് കണ്ട് ഇതേപോലെ സർഫസ് ആക്കുന്നു. എന്താണ്? ബിവലി ചെയ്യുന്നു. ബിവലിംഗ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ വർക്ക് പീസ്, അതിനെയാണ് ചാംഫറിംഗ് എന്ന് പറയുന്നത്. കണ്ടോ? ഇങ്ങനൊരു ബിവലി ചെയ്യുന്നു, അതാണ് ചാംഫറിംഗ്. ദെൻ നേളിംഗ് ഓൾറെഡി അറിയാമല്ലോ. നമ്മുടെ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ വർക്ക് പീസിൽ ഒരു പാറ്റേൺ ഇംബിഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നേളിംഗ് എന്ന് പറയുന്നത്. ദെൻ ത്രെഡ് കട്ടിംഗ്, എക്സ്റ്റേണൽ ത്രെഡ്സ് കട്ട് ചെയ്യും. Then holding the workpiece by a chuck or a face plate or an angle plate. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഡ്രില്ലിംഗ്, റീമിംഗ്, ബോറിംഗ്, കൗണ്ടർ ബോറിംഗ്, ഇന്റേണൽ ത്രെഡ്സ്, ടാപ്പിംഗ്. ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾ ജനറേറ്റ് ചെയ്യുന്നു. റീമിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡ്രില്ല് ചെയ്ത് ഹോളിന്റെ സർഫസ് ഫിനിഷ് ഇംപ്രൂവ് ചെയ്യുന്നു. ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡ്രില്ല് ചെയ്ത ഹോളിന്റെ സൈസ് എൻലാർജ് ചെയ്യുന്നു. അതിനെയാണ് ബോറിംഗ് എന്ന് പറയുന്നത്. കൗണ്ടർ ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡ്രില്ല് ചെയ്ത ഹോളിന്റെ സൈസ് ഒരു ലിമിറ്റ്, ഇപ്പൊ 10 mm 20 mm ഡെപ്തിലാണ് ഹോള് ഡ്രില്ല് ചെയ്തത്. ഓക്കെ, അതിന്റെ സൈസ് ഞാൻ ഒരു 5 mm വരെ സൈസ് അങ്ങ് എൻലാർജ് ചെയ്യുന്നു. ബാക്കി 5 mm പഴയ പോലെ കിടക്കുന്നു. അതിനെയാണ് കൗണ്ടർ ബോറിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് യൂസ് ചെയ്ത് ഗ്രൈൻഡിങ്ങും മില്ലിങ്ങും ഓപ്പറേഷൻസും നമുക്ക് ലേത്തിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതിന് ഗ്രൈൻഡിങ് അറ്റാച്ച്മെന്റും മില്ലിംഗ് അറ്റാച്ച്മെന്റും നമ്മൾ യൂസ് ചെയ്യും. തിയറിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു സെവറൽ അറ്റാച്ച്മെന്റ്, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, ഗ്രൈൻഡിങ് അറ്റാച്ച്മെന്റ്, മില്ലിംഗ് അറ്റാച്ച്മെന്റ്. അപ്പൊ ഈ അറ്റാച്ച്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഗ്രൈൻഡിങ് ഓപ്പറേഷനും മില്ലിംഗ് ഓപ്പറേഷനും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. Then what is the necessary condition for turning? ടേണിങ്ങിന് വേണ്ട കണ്ടീഷൻ. The material of workpiece should be harder than the cutting tool. വേണോ? മെറ്റീരിയൽ ഹാർഡർ ആയിരിക്കണോ? അത് ഏത് ഓപ്പറേഷൻ ആണെങ്കിലും കട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? വർക്ക് പീസിനേക്കാളും ഹാർഡർ ആയിരിക്കും. ദെൻ കട്ടിംഗ് ടൂൾ ഷുഡ് ബി ഹാർഡർ ദാൻ ദ മെറ്റീരിയൽ ഓഫ് ദ വർക്ക് പീസ്. ആദ്യത്തെ മെറ്റീരിയൽ ഓഫ് ദ വർക്ക് പീസ് ഷുഡ് ബി ഹാർഡർ ദാൻ ദ കട്ടിംഗ് ടൂൾ. ആ ഓപ്ഷൻ ആണോ? അല്ല. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കറക്റ്റ്. ഹാർഡ്നെസ് ഓഫ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് മെറ്റീരിയൽ ഷുഡ് ബി സെയിം. ഓപ്ഷൻ ബി. ഓക്കെ, കട്ടിംഗ് ടൂളുമാണ് കൂടുതൽ ഹാർഡർ ആയിരിക്കേണ്ടത്. A taper may be defined as a uniform gradual dash along the length of the job. Uniform increase ആണോ, യൂണിഫോം ഡിക്രീസ് ആണോ, ഇൻക്രീസ് ഓർ ഡിക്രീസോ? ടേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഓപ്ഷൻ ആണ്?
യൂണിഫോം ഗ്രാജുവൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ്. ഇൻക്രീസും ആകാം ഡിക്രീസും ആകാം. Then SI യൂണിറ്റ് ഓഫ് ടേപ്പർ. ടേപ്പറിന്റെ SI യൂണിറ്റ് എന്താണ്? ടേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ. റേഷ്യോ ആണ്. ഇപ്പൊ റേഷ്യോ ആകുമ്പോ അതിനെന്താണ്? യൂണിറ്റ് ഇല്ല. ഇല്ല. യൂണിറ്റ് ഇല്ല. റേഷ്യോ ആണ്, അതുകൊണ്ട് യൂണിറ്റ് ഇല്ല. The lead screw of a lathe has single start thread ആണ്. Lead screw ന് single start thread ആണ്. Then which one of the following arrangement is used for taper turning? ഏതാണ്? Tailstock set over method, taper turning attachment, swiveling of compound rest. All of the above. Okay, all of the above. Option D ആണ്. ഇത് മൂന്നും ടേപ്പർ ടേണിംഗ് മെത്തേഡ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് ടേപ്പർ ടേണിംഗ് മെത്തേഡ്സ്. ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് എന്ന് പറയും ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റിന്. ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ്, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, സിവലിംഗ് ഓഫ് കോമ്പൗണ്ട് റെസ്റ്റ്. Which of the following is not true for taper turning? ഏതാ? Which of the following is not true for taper turning? Taper turning-ന് false ആയിട്ടുള്ള ഏതാണ്? Taper turning is one of the lathe operation. Correct ആണ്. The amount of taper is specified by the ratio of its length to the difference in diameter of the taper. Amount of taper is designated by the letter K. എന്താണ് ആൻസർ? ടേപ്പറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. ടേപ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഇതാണ് ടേപ്പർ എന്ന് വെച്ചോ. ഓക്കെ, ഇത് ക്യാപിറ്റൽ ഡി, ഇത് സ്മോൾ ലെറ്റർ ഡി, ഇത് ക്യാപിറ്റൽ എൽ, ലെങ്ത്. ഇക്വേഷൻ എന്താണ് ടേപ്പറിന്റെ? ടേപ്പറിന്റെ ഇക്വേഷൻ എന്താ വരും ഇവിടെ? ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ബൈ എൽ. ഓപ്ഷൻ ബി തിരിച്ചാ എഴുതിയേക്കുന്നത്. It is the ratio of its length to difference in diameter of the taper അല്ല. It is the ratio of difference in diameter of the taper to its length. Capital D minus small d by L. അതുകൊണ്ടാണ് അത് റേഷ്യോ ആണ്, യൂണിറ്റ് ഇല്ല എന്ന് പറഞ്ഞത്. Capital D minus small d by L. Then in tailstock method, the angle at which the axis of rotation of the job is shifted to is equal to dash the angle of taper. Important question ആണ്. ഇപ്പൊ ടേപ്പർ ടേണിംഗിൽ നിങ്ങൾ ടേപ്പേർഡ് സർഫസ് ടേപ്പർ ആംഗിൾ 30 ഡിഗ്രി ആണ് വേണ്ടതെങ്കിൽ the axis of rotation of the job is shifted to എത്ര ആയിരിക്കണം? 30 ഡിഗ്രി ആയിരിക്കണോ, 60 ഡിഗ്രി ആയിരിക്കണോ, 15 ഡിഗ്രി ആയിരിക്കണോ, എത്ര ആയിരിക്കണം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ജോബ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? ഹാഫ് ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ എ. ഇപ്പൊ 30 ഡിഗ്രി ആ ടേപ്പർ വേണ്ടെങ്കിൽ നമ്മുടെ വർക്ക് പീസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് 15 ഡിഗ്രി ആയിരിക്കും. In tailstock method, the body of the tailstock is made to slide on its base dash from the operation towards or away, either towards or away. Body of the tailstock is made to slide on its base towards or away from the operation. Which type of taper is generally turned in tailstock method? Internal ആണോ external ആണോ രണ്ടും ആണോ? ഏത് ടൈപ്പ് ടേപ്പർ ആയിരിക്കും? എക്സ്റ്റേണൽ ആണ്. ടൈൽസ്റ്റോക്കിൽ എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ ടേപ്പേഴ്സ് ആണ് ടൈൽസ്റ്റോക്ക് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. Then lead screw obtains dash motion from the spindle. ലീഡ് സ്ക്രൂവിന് എന്ത് മോഷൻ ആണ് കിട്ടുന്നത്? ലീഡ് സ്ക്രൂവിന് എന്ത് മോഷനാണ് കിട്ടുന്നത്? റോട്ടറി മോഷൻ. റോട്ടറി മോഷൻ ആണ്. ലീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുകയാണ്. Then dash motion is converted into dash motion of the tool slide in thread cutting.
എന്താ അതിന് കിട്ടുന്ന എന്ത് മോഷനാണെന്ന് നമ്മള് ഇപ്പൊ ഓൾറെഡി പറഞ്ഞു. അതിന് കിട്ടുന്നത് റോട്ടറി മോഷനാണ്. അതിനെ ഫീഡ് മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. In thread cutting, dash feeds should be equal to the pitch of the thread which is to be cut per revolution of the workpiece. ത്രെഡ് കട്ടിങ്ങിന്റെ ഒരു ഇക്വേഷൻ പോലെയാണ്. ഓക്കെ, longitudinal feed should be equal to the pitch of the thread. ഇപ്പൊ ത്രെഡിന് ഒരു പിച്ച് ഉണ്ടല്ലോ. പിച്ച് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ക്രസ്റ്റോ അഡ്ജസന്റ് റഫുകളോ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ആ പിച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂണൽ ഫീഡിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എങ്കിലേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ പിച്ച് ലെങ്തിന് ഈക്വൽ ആയിട്ടായിരിക്കണം ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് കൊടുക്കുന്നത്. Then the gear connections on a lathe. ലേത്തിൽ ഗിയേഴ്സ് ഉണ്ട്. ഓക്കെ, സ്പീഡ് ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മൾ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗിയേഴ്സ് കോമ്പൗണ്ട് ആണോ സിമ്പിൾ? സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയർ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റിൽ ഒന്നിൽ കൂടുതൽ ഗിയറുകൾ വരും. ഇപ്പൊ ലേത്തില് എപ്പോഴും എന്താണ് സിമ്പിളും കോമ്പൗണ്ടും ആകാം. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയർ വരും. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റിൽ ഒന്നിൽ കൂടുതൽ ഗിയർ വരും. ലേത്തിൽ രണ്ടും സംഭവിക്കും. Then traversing of tool parallel to the axis of workpiece is termed as. ആക്സിസിന് പാരലായിട്ട് ടൂൾ മൂവ് ചെയ്താൽ longitudinal feed. Which type of feed is needed for facing operation? Cross feed. Cross feed. In taper operation, which surface is produced? Taper operation ഏത് സർഫസ് ആണ്? അതിനകത്തില്ല. കോണിക്കൽ സർഫസ് ആയിരിക്കും. ടേപ്പർ. Which type of lathe is also known as center lathe? ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ലേത്തിലേക്കാണ് പോകുന്നത്. എഞ്ചിൻ ലേത്തിന്റെ വേറൊരു പേരാണ് സെന്റർ ലേത്ത്. ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണാൻ പിടിക്കേണ്ടി വരും ലേത്ത് ടൈപ്സ് ഓഫ് ലേത്തില്. The knurling is done on. knurling എന്ന് പറഞ്ഞാൽ എന്താണ്? സിലിണ്ടറിക്കൽ സർഫസ് ആണ്. സിലിണ്ടറിക്കൽ സർഫസിലാണ്. knurling എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരു ടൂളിനുള്ള പാറ്റേൺ ഇംപെഞ്ച് ചെയ്യുന്നു. സിലിണ്ടറിക്കൽ സർഫസിലാണ്. An operation of embossing and diamond shaped pattern on the surface of the workpiece. knurling ആണ്. Then different types of lathe. ഇവിടെ നിങ്ങൾ കുറച്ച് പേരുകൾ കാണുക, പഠിച്ച് വെച്ചാലേ പറ്റും. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേത്ത് നേരത്തെ പറഞ്ഞായിരുന്നു. ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ലേത്തിനെ ക്ലാസിഫൈ ചെയ്യാം. സ്പീഡ് ലേത്തിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഈ വുഡ് ടേണിംഗ്, മെറ്റൽ സ്പിന്നിങ്, പോളിഷിംഗ്, സെന്ററിങ്. ദെൻ എഞ്ചിൻ ലേത്ത് ഉണ്ട്, ബെഞ്ച് ലേത്ത് ഉണ്ട്, ടൂൾ റൂം ലേത്ത് ഉണ്ട്, ദെൻ ക്യാപ്സൺ ലേത്ത് ഉണ്ട്, ടററ്റ് ലേത്തുകളുണ്ട്, ദെൻ സ്പെഷ്യൽ പർപ്പസ് ലേത്ത്. ഓക്കെ, വീൽ ലേത്ത്, ഗ്യാപ് ബെഡ് ലേത്ത്, ടീ സ്ലോട്ട് ലേത്ത്, ഡ്യൂപ്ലിക്കേറ്റിംഗ്, മിസൈൽ ലേത്ത്, പ്രിസിഷൻ, ക്രാങ്ക് ഷാഫ്റ്റ്, പ്രൊഡക്ഷൻ ലേത്ത്. ഇതെല്ലാം സ്പെഷ്യൽ പർപ്പസ് ലേത്തുകളാണ്. ദെൻ ഓട്ടോമാറ്റിക് ലേത്ത്. ഇത്രയും ടൈപ്സ് ഓഫ് ലേത്തുകളുണ്ട്. ഓക്കെ, വീൽ ലേത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോമൊബൈൽസിലല്ലേ ട്രെയിനിന്റെ ഒക്കെ വീലിന്റെ ചെയ്യുന്നത്, അതിന് വേണ്ടി മാത്രമുള്ള ലേത്തുകളാണ്. ഗ്യാപ് ബെഡ് ലേത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹെഡ് സ്റ്റോക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇപ്പം ലാർജർ ഡയമീറ്റർ ഉള്ള വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ സ്പെഷ്യൽ പർപ്പസുകൾ ചെയ്യുന്ന ലേത്തുകളാണിത്. പ്രിസിഷൻ ലേത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ പ്രിസിഷൻ വേണ്ടത്. മിസൈൽ ലേത്ത് എന്ന് പറഞ്ഞാൽ മിസൈൽ വർക്കുകൾ എന്താ
ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള ലേത്ത്. ടി ലേത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെറ്റിന്റെ വർക്കിങ്ങിന് വേണ്ടിയുള്ള എന്താ റോട്ടർ ഓഫ് ദി ജെറ്റിന്. പ്രൊഡക്ഷൻ ലേത്ത് എന്ന് പറഞ്ഞാൽ ഒരേ പ്രോഡക്റ്റ് തന്നെ. അങ്ങനെ ഡിഫറെന്റ് സ്പെഷ്യൽ പർപ്പസ് ലേത്തുകളും സ്പീഡ് ലേത്ത്, എഞ്ചിൻ ലേത്ത്, ബെഞ്ച് ലേത്ത്, ടൂൾ റൂം ലേത്ത്, കാസ്റ്റ്. എപ്പോഴും ചോദിക്കുന്നത് ഇതേപോലെ പേരുകൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് ലേത്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും പേര് തരും, അത് ഏത് ടൈപ്പ് ലേത്താണെന്ന് പറയണം. ഓക്കെ. അപ്പം വീൽ ലേത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ പർപ്പസ് ലേത്താണ്. വീൽ ലേത്ത് എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് ലേത്താണ്. ദെൻ വുഡ് വർക്കിംഗ് ലേത്ത് എന്ന് പറഞ്ഞാല് ഒരു സ്പീഡ് ലേത്ത് ആണ്. ആദ്യത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്പീഡ് ലേത്തിനകത്ത് വരും വുഡ് ടേണിംഗ് ഓപ്പറേഷൻ ചെയ്യാം. അപ്പം വുഡ് വർക്കിംഗ് ലേത്ത് എന്ന് പറയുന്നത് ഒരു സ്പീഡ് ലേത്ത് ആണ്. ഗിയേർഡ് ലേത്ത് എന്ന് പറയുന്നത് എഞ്ചിൻ ലേത്ത് ആണ്. അത് കാണാൻ പഠിച്ചു വെക്കുക. ബെൽറ്റ് ഡ്രിവൺ ലേത്ത് എന്ന് പറയുന്നത് സെന്റർ ലേത്ത് ആണ്. ബെൽറ്റ് ഡ്രിവൺ ലേത്ത്. ഡ്യൂപ്ലിക്കേറ്റിംഗ് ലേത്ത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് ലേത്ത് ആണ്. സ്പിന്നിങ് ലേത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം കാണിച്ചു, സ്പീഡ് ലേത്തിന്റെ എക്സാമ്പിൾ ആണ് സ്പിന്നിങ് ലേത്ത്. എഞ്ചിൻ ലേത്ത്, ഇൻഡിവിജ്വൽ മോട്ടോർ ഡ്രിവൺ ലേത്ത് ഒരു എഞ്ചിൻ ലേത്ത് ആണ്. വിച്ച് ഓഫ് ദ സ്പീഡ് ലേത്തിന്റെ എക്സാമ്പിൾ ആണ് പോളിഷിംഗ് ലേത്ത്. പോളിഷിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. സോ പോളിഷിംഗ് ലേത്ത്. ദെൻ ലേത്ത് ആക്സസറി. ലേത്ത് ടൈപ്സ് കാണാതെ പഠിച്ചു വെക്കുക. സ്പീഡ് ലേത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ പോളിഷിങ്, വുഡ് വർക്കിംഗ്, ഓക്കെ, സ്പിന്നിങ്, ഇതൊക്കെ സ്പീഡ് ലേത്ത് ആണ്. ദെൻ സ്പെഷ്യൽ പർപ്പസ് ലേത്തുകൾ നേരത്തെ പറഞ്ഞ ആ ഹെഡിങ്ങുകൾ പഠിക്കുക. ലേത്ത് ആക്സസറി. ലേത്ത് ആക്സസറി ആൻഡ് അറ്റാച്ച്മെന്റ്സ് നമ്മൾ പഠിച്ചു. അപ്പം ഈ ലേത്തിനോട് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ്, അതാണ് ഈ ലേത്ത് ആക്സസറീസ് എന്ന് പറയുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലേത്ത് ആക്സസറി? ഏതാണ് അതിനകത്ത് ലേത്ത് ആക്സസറി? ഏതാ? ഹെഡ് സ്റ്റോക്ക്, കോമൺ റെസ്റ്റ്, ലേത്ത് കാരിയേഴ്സ്, ടൂൾ പോസ്റ്റ്. ലൈറ്റ് ഡോഗ്സ്. ഓക്കെ. ബാക്കിയെല്ലാം ലേത്തിന്റെ പാർട്സ് ആണ് അല്ലേ? സോ ലേത്ത് കാരിയേഴ്സ് ഓർ ലേത്ത് ഡോഗ്സ്. ലേത്ത് ആക്സസറീസ് എന്ന് പറഞ്ഞാൽ സെന്റേഴ്സ്, ചക്ക്, ക്യാച്ച് പ്ലേറ്റ് ആൻഡ് കാരിയേഴ്സ്, ഫേസ് പ്ലേറ്റ്, ആംഗിൾ പ്ലേറ്റ്, മാൻഡ്രൽ, റെസ്റ്റ്. ഇതെല്ലാമാണ് നമ്മുടെ ലേത്ത് ആക്സസറീസ് എന്ന് പറയുന്നത്. ഓക്കെ. So centers, most common method of holding the workpiece. Okay, different types of centers are used for different types of workpieces and their purpose. The centers mainly എന്താ ഉള്ളത്? ഹെഡ് സ്റ്റോക്കിൽ അറ്റാച്ച് ചെയ്യുന്ന ലൈഫ് സെന്ററും ടെയിൽ സ്റ്റോക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡെഡ് സെന്ററും. അതിന് മോസ്റ്റ് ടേപ്പറിന് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെ അത് ആ സ്ലീവ് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പം ലേത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് സെന്ററും ഉണ്ട്, ഡെഡ് സെന്ററും ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ സെന്റേഴ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ ഓർഡിനറി ടൈപ്പ് സെന്റർ. ഇത് ഓർഡിനറി സെന്റർ ഉണ്ട്, ബോൾ സെന്റർ ഉണ്ട്, ഇൻസേർട്ട് ടൈപ്പ് സെന്റർ ഉണ്ട്, ടിപ്ഡ് സെന്റർ ഉണ്ട്, ഹാഫ് സെന്റർ ഉണ്ട്, റിവോൾവിംഗ് സെന്റർ ഉണ്ട്, പൈപ്പ് സെന്റർ ഉണ്ട്. ഇത്രയും ടൈപ്പ് സെന്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ സെന്റേഴ്സിനെ എടുത്ത് മാറ്റിയാണ് നമ്മുടെ എന്ത് വെക്കുന്നത്? ചക്കിനെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഓർഡിനറി സെന്റർ ആണ് ബാക്കി ഒരുമാതിരി ഓപ്പറേഷൻസിനെല്ലാം നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ സെന്ററിനെ മാറ്റുന്ന എന്തിന്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് പീസസിനെയും
വർക്ക് പീസസിനെയും അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസും. ഓക്കെ, ഇപ്പം ഓർഡിനറി സെന്റേഴ്സ്, ജനറൽ പർപ്പസ് ആൻഡ് സ്മോൾ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓർഡിനറി സെന്റേഴ്സ് യൂസ് ചെയ്യും. ദെൻ ടിപ്ഡ് സെന്റർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഹാർഡ് മെറ്റീരിയൽ. ഹാർഡ് മെറ്റീരിയൽ ഉണ്ട്. ടിപ്ഡ് സെന്റർ എന്ന് പറഞ്ഞാൽ ഹാർഡ് മെറ്റീരിയൽ ആയിരിക്കും, ഡിഫ്ലക്ഷനും വെയറും ഒക്കെ പ്രിവെന്റ് ചെയ്യും. അതാണ്, അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ബോൾ സെന്റർ യൂസ് ചെയ്യുന്നത് വെയർ മിനിമൈസ് ചെയ്യാനായിട്ടാണ്. വെയർ മിനിമൈസ് ചെയ്യാനാണ് ബോൾ സെന്റർ യൂസ് ചെയ്യുന്നത്. പൈപ്പ് സെന്റർ യൂസ് ചെയ്യുന്നത് ഓപ്പൺ എൻഡ് ഓഫ് ദ പൈപ്പ് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പൈപ്പ് സെന്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പല പല പർപ്പസിന് വേണ്ടി നമ്മൾ ഈ സെന്റേഴ്സ്, പല ടൈപ്പ് സെന്റേഴ്സ് യൂസ് ചെയ്യും. ഈ പേരൊന്ന് പഠിച്ചു വെച്ചാൽ മതി, ഓർത്ത് വെച്ചാൽ മതി. ഓർഡിനറി സെന്റർ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓർഡിനറി സെന്റർ, ബോൾ സെന്റർ, ഇൻസേർട്ട് ടൈപ്പ് സെന്റർ, ടിപ്ഡ് സെന്റർ, ഹാഫ് സെന്റർ, റിവോൾവിംഗ് സെന്റർ ആൻഡ് പൈപ്പ് സെന്റർ. Okay, how many types of centers are there in lathe? Commonly രണ്ട് ടൈപ്പ് ആണ്, ലൈവ് സെന്ററും ഡെഡ് സെന്ററും. In which type of lathe center the hard tip is wear resistant? ഉണ്ടോ? നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞ ടിപ്ഡ് സെന്റർ, ഹാർഡ് ടിപ്പ് എന്ന് പറയുന്നത് wear resistant ആണ്. Then why lathe centers are made up of very hard material? എന്തിനു വേണ്ടിയാണ്? To resist deflection as well as wear. Okay, lathe centers are made up of very hard materials in order to resist deflection and wear. Then which type of center is particularly suitable for taper turning? Taper turning ന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ball centers ആണ് mainly. Okay, ball centers are mainly used for taper turning. Then what is the included angle of centers for general purpose work? 60 degree ആണ്. സെന്റേഴ്സിന്റെ included angle എന്ന് പറയുന്നത് 60 degree ആണ്. Then which of the following is the type of lathe center? Ordinary center ഉണ്ട്, ball center ഉണ്ട്, tipped center ഉണ്ട്. അപ്പം all of the mentioned ഇതെല്ലാം lathe centersന്റെ types ആണ്. Then during turning operation on lathe, the irregular shaped workpieces are mounted on. Important ആണിത്. Irregular shaped workpieces mount ചെയ്യാൻ, അതായത് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 4 jaw chuck ആണ്. ചക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈ സെന്റർ പോലെ തന്നെ ഇറ്റ് ഈസ് എ lathe accessory. ഓക്കെ, അപ്പം ഇറഗുലർലി ഷേപ്ഡ് വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 jaw chuck ആണ്, മറക്കരുത്. ഓക്കെ, സോ ചക്ക് ഇറ്റ് ഈസ് യൂസ് ടു ഹോൾഡ് ദ വർക്ക് പീസ്. ചക്കിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് 4 jaw അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ചക്ക്, 3 jaw അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചക്ക്, കോമ്പിനേഷൻ ടൈപ്പ് ചക്ക്, മാഗ്നറ്റിക് ടൈപ്പ് ചക്ക്, കോളറ്റ് ചക്ക്, എയർ ഓർ ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ചക്ക്, ഡ്രിൽ ചക്ക്. So these are the different classifications of chucks. അപ്പം 4 jaw chuck എന്ന് പറഞ്ഞാൽ അതിന് 4 jaw ഉണ്ട്. അപ്പൊ ഈ ആ 4 jawയും ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പൊ ചക്കി വെച്ച് നമ്മൾ മൂവ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, 3 jaw chuck എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് ആണ്. ഒരു ജോ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അടുത്ത ജോയും മൂവ് ചെയ്യും. കോമ്പിനേഷൻ ചക്ക് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഉണ്ട്. 4 jaw chuck ആയിട്ടും യൂസ് ചെയ്യാം, 3 jaw chuck ആയിട്ടും യൂസ് ചെയ്യാം. മാഗ്നറ്റിക് ചക്ക് എന്ന് പറഞ്ഞാൽ വളരെ തിൻ മാഗ്നറ്റിക് മെറ്റീരിയൽ ഹോൾഡ് ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ചക്ക് യൂസ് ചെയ്യാം. ദെൻ കോളറ്റ് ചക്ക് എന്ന് പറഞ്ഞാൽ ലോങ് എക്സ്റ്റെൻഡഡ് ബാസ്, വലിയ നീളമുള്ള വർക്ക് പീസ് ഹോൾഡ് ചെയ്യാനായിട്ട് കോളറ്റ് ചക്ക് യൂസ് ചെയ്യും. ഡ്രിൽ ചക്ക്, എയർ ഓർ ഹൈഡ്രോളിക് ഓപ്പറേറ്റർ എന്ന് എയർ ഓപ്പറേറ്റഡ് ചക്സ്, അതിൽ ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ചക്സിനെയാണ് അത് പറയുന്നത്. ഡ്രിൽ ചക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പെർഫോം ചെയ്യുന്ന ഡ്രില്ലിങ്ങോ അങ്ങനെയുള്ള ഡ്രില്ലിങ് ഓപ്പറേഷൻസ്, ബോറിങ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചക്കാണ് ഡ്രിൽ ചക്ക് എന്ന് പറയുന്നത്. അടുത്ത ആക്സസറി ആണ് ഫേസ് പ്ലേറ്റ്. ഫേസ് പ്ലേറ്റിന്റെ ഫിഗർ നമുക്ക് കാണാം, ഒരു സർക്കുലർ പ്ലേറ്റ് ആണ്.
ത്രെഡഡ് അറ്റ് ഇറ്റ് സെന്റർ. അപ്പൊ ഈ ത്രെഡ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ആ സ്പിൻഡിലിൽ പോയി ത്രെഡ് അറ്റാച്ച് ചെയ്യുന്നത്. So it is attached to the lathe spindle with a central threaded portion. Workpiece is held by the faceplate using bolt and clamp in the slot. Then rest. Follower rest ഉണ്ട്, സ്റ്റഡി റെസ്റ്റ് ഉണ്ട്. ഫോളോവർ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, അത് ഫോളോ ചെയ്യും. അപ്പൊ ഫോളോവർ റെസ്റ്റ് എവിടെ ആയിരിക്കും വെക്കുന്നത്? ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എവിടെ വെക്കണം? ക്യാരിയേജിൽ മൗണ്ട് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് എ സി ഷേപ്ഡ് ക്ലാമ്പിംഗ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താണ്? ടു അവോയ്ഡ് ദ ബെൻഡിങ് ഓഫ് ദ വർക്ക് പീസ്. വർക്ക് പീസിന് ബെൻഡ് ചെയ്യാതെ, ലോങ് സ്ലെൻഡർ നീളമുള്ള വർക്ക് പീസസ് ആയിരിക്കും, അത് ബെൻഡ് ചെയ്യാതെ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ഫോളോവർ റെസ്റ്റിനുള്ളത്. അത് അറ്റാച്ച് ചെയ്യുന്നത് ക്യാരിയേജിലായിരിക്കും. സോ ഇറ്റ് മൂവ്സ് അലോങ് വിത്ത് ദ ക്യാരിയേജ്. സ്റ്റഡി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെയിൽ സ്റ്റോക്കിന്റെ കൂട്ട് ഏതെങ്കിലും ഒരു ഫിക്സഡ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുകയാണ്. സോ അതിനൊരു 3 സ്ക്രൂ ടൈപ്പ് ജോയ് ഉണ്ട്. 3ഉം 120 ഡിഗ്രിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലത്തെ ഒരു ഹിഞ്ച് ഉണ്ട്. അപ്പൊ അത് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഈ വർക്ക് പീസിനെ മൂവ് ചെയ്യുന്നത്, അല്ലെ ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ബാക്കിയുള്ള ആക്സസറീസ് നോക്കുക. സോ സ്റ്റഡി റെസ്റ്റ് ഈസ് ദ ലേറ്റ് യൂണിറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ. സ്റ്റഡി റെസ്റ്റും ഫോളോവർ റെസ്റ്റും യൂസ് ചെയ്യുന്നത് എന്തിനാ? ഹോൾഡിംഗ് വെരി ലോങ് ആൻഡ് ഹെവി വർക്ക് പീസസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു ഡ്രൈവ് ദ വർക്ക് ഡ്യൂറിംഗ് ടേണിംഗ്? ടേണിംഗ് ഓപ്പറേഷനിൽ ക്യാച്ച് പ്ലേറ്റും ക്യാരിയേഴ്സും യൂസ് ചെയ്യാം. ക്യാച്ച് പ്ലേറ്റും ക്യാരിയേഴ്സും. Then the work is clamped firmly by a set screw in the lathe. ഏതാ? By carriers. സെറ്റ് സ്ക്രൂ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നത് carriers ആണ്. Then the catch plates are screwed or bolted to the spindle. സ്ക്രൂ ചെയ്യാം, അല്ലെ ബോൾട്ട് ചെയ്യാം. ദെൻ ദി 3-jaw chuck is also known as, ഇപ്പൊ പറഞ്ഞായിരുന്നു, യൂണിവേഴ്സൽ ഓർ സെൽഫ് സെന്ററിംഗ് ചക്ക്. യൂണിവേഴ്സൽ ഓർ സെൽഫ് സെന്ററിംഗ് ചക്ക്. ദെൻ എ ചക്ക് ഈസ് അറ്റാച്ച്ഡ് ടു ലേറ്റ് സ്പിൻഡിൽ. സ്പിൻഡിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് വർക്ക് ഷുഡ് ബി ഹെൽഡ് ഇൻ 3-jaw chuck? Perfectly round and work with equally spaced. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. 4-jaw എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഷേപ്പിലും 3-jaw എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി റൗണ്ട് വർക്ക് പീസും ആണ് ഹോൾഡ് ചെയ്തത്. Which of the following chuck is also known as hydraulic chuck? ഓപ്ഷൻ സി ആണ്. ഹൈഡ്രോളിക് ചക്കിന്റെ വേറൊരു പേര് എയർ ചക്ക് എന്നാണ്. Okay. Then which of the following chuck is also known as dog chuck? പുതിയൊരു പേരാണ് ഡോഗ് ചക്ക്. 4-jaw ചക്കിന്റെ വേറൊരു പേരാണ്. 4-jaw ചക്കിന്റെ വേറൊരു പേരാണ് ഇൻഡിപെൻഡന്റ് ജോ ചക്ക് അല്ലെങ്കിൽ ഡോഗ് ചക്ക്. In 4-jaw chuck the work can be turned within. 4-jaw ചക്ക് യൂസ് ചെയ്താൽ ആക്യുറസി എന്ന് പറയുന്നത് 0.022 mm ആണ് ആക്യുറസി. ടേണിംഗ് ആക്യുറസി എന്ന് പറയുന്നത് 0.022 mm ആണ്. T ബോൾട്ട് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ക്ലാമ്പിംഗ് ഇറഗുലർ വർക്ക് പീസസ് as well as balancing weight. T bolt. Generally, which type of workpiece is held in chucks? ഏതാണ്? ഷോർട്ട് ലെങ്ത് ലാർജ് ഡയമീറ്റർ വർക്ക് പീസ് ആണ് നമ്മൾ ചക്കിൽ ഹോൾഡ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ഫേസ് ഓഫ് ആംഗിൾ പ്ലേറ്റ്? ആംഗിൾ പ്ലേറ്റിന്റെ ഫേസിൽ എന്താ ഹോൾസും ഉണ്ട് സ്ലോട്ട്സും ഉണ്ട്. ആംഗിൾ പ്ലേറ്റിന്റെ ഫിഗർ കണ്ടാൽ അറിയാം, അതിനകത്ത് സ്ലോട്ട്സും ഉണ്ട്
ഹോൾസും ഉണ്ട്. ഓക്കെ, ആംഗിൾ പ്ലേറ്റ് യൂസ് ചെയ്യുന്നതിന് 90 ഡിഗ്രി ഉള്ള 2 ഫേസ് ഒക്കെ ഉണ്ട് ആംഗിൾ പ്ലേറ്റിന്. Then for holding workpieces which cannot be conveniently held between centers, എന്താ ഇതെല്ലാം യൂസ് ചെയ്യാവോ? ഫേസ് പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. Then ആംഗിൾ പ്ലേറ്റിന്റെ ഫേസസ് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ആംഗിൾ പ്ലേറ്റിന്റെ ഫേസസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. Then mandrels are driven by C, catch plate and carriers. Mandrels എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? mandrels യൂസ് ചെയ്യുന്നത് ഹോളോ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് mandrels യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ mandrels, mandrelsും പല ടൈപ്പ് ഉണ്ട്. പ്ലെയിൻ mandrelsന്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 55 to 430 mm ആണ്. Length varies from 55 to 430 mm. Then plain mandrels are suitable for only one size of board. Plain mandrel എന്ന് പറഞ്ഞാൽ ഒറ്റ സൈസ് ഉള്ള ഹോളോ ആയിട്ടുള്ള വർക്ക് പീസസിനെ മാത്രമേ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Then which of the following mandrel is most commonly used for workpieces having internal threads? Internal threads ഉള്ള വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന മാൻഡ്രൽസ് ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്ഡ് മാൻഡ്രൽ, ഇതെല്ലാം പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാൻഡ്രൽസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ സെന്റേഴ്സ് പറഞ്ഞ പോലെ പല തരത്തിലുള്ള മാൻഡ്രൽസും ഉണ്ട്. ഓക്കെ, then which of the following tool material is not suitable for small diameters? കട്ടിംഗ് ടൂൾ മെറ്റീരിയലിനെ കുറിച്ചാണ് പറയുന്നത്. കാർബൺ, കാർബൈഡ്, ഇത് രണ്ടും നമ്മൾ സ്മോൾ ഡയമീറ്റർ ടൂൾ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യത്തില്ല. Which of the following represent the unit of material removal rate? മെറ്റീരിയൽ റിമൂവൽ റേറ്റിന്റെ യൂണിറ്റ് എന്താ? ഓപ്ഷൻ എ ആണോ? mm per revolution. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ആണ്. ഓപ്ഷൻ സി ആണ്, മില്ലിമീറ്റർ ക്യൂബ് പെർ റെവല്യൂഷൻ. Which of the following represents the unit for machining time? എന്താണ് മെഷീനിങ് ടൈം എന്ന് പറഞ്ഞാൽ ഇത്ര സമയത്ത് ഇത്ര മെറ്റീരിയൽ റിമൂവ് ചെയ്തു എന്നുള്ള. ഓപ്ഷൻ സി ആണ്, മിനിറ്റ് ആണ്. Which of the following represents the unit of cutting speed? മീറ്റർ പെർ മിനിറ്റ്. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ മിനിറ്റ്. Which of the following is the unit of feed? Motion of tool relative to the workpiece ആണ് feed. എന്താ motion of tool relative to the workpiece? Option B. Then which of the following represents a formula for machining time ന്റെ കാൽക്കുലേഷൻ ഉള്ള ഫോർമുലയാണ്? മെഷീനിങ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈക്വേഷൻ കൊണ്ടാണ് L/S into N. L/S into N. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ റാൻഡം ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ നമുക്കറിയാം ലേത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും ലെവലിലുള്ള ക്വസ്റ്റ്യന്റെ ആവശ്യം വരികയില്ലായിരിക്കും. ഇതൊക്കെ കുറെയൊക്കെ ബേസിക് കാര്യങ്ങളാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചാൽ മതി.